വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പാഠത്തിന്റെ പേര്, അഥവാ നമ്മൾ അതിന് പറയാ ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ്സ്. അപ്പൊ ഇനി വിഷയത്തിലേക്ക് വരാം. പ്രസന്റിങ് നമ്മൾ നിർത്തി. ഇതപ്പൊ ഇങ്ങനെ ഇപ്പൊ കാണാല്ലേ? ഓക്കെ. നമ്മൾ വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു സാധനമാണ് എന്ന് നമുക്കറിയാം അല്ലെ? അറിയാത്തവരുണ്ട് ആരെങ്കിലും? അപ്പൊ നിങ്ങളിങ്ങനെ കാറ്റുകൊണ്ട് ഇങ്ങനെ ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ടി വി ഓഫായി, ഉടനടി നിങ്ങൾ പറയും, ഇന്നൊന്ന് പറയും, കറണ്ട് പോയി. കറണ്ട് പോയി. എന്താണ് ഈ സാധനം കറണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നത്? കറണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? പറയുന്നേ വേഗം പറയും. ഇലക്ട്രിസിറ്റി അല്ലേ? നമ്മുടെയൊക്കെ മനസ്സിൽ ഇലക്ട്രിസിറ്റി. പക്ഷേ കറണ്ട് എന്ന് പറഞ്ഞ ഇലക്ട്രിസിറ്റി അല്ല. ശരിക്ക് നമ്മൾ പറയാ ആ ഇലക്ട്രിസിറ്റിയുടെ പ്രവാഹം. കറണ്ട് എന്ന് പറഞ്ഞ ശരിക്കും അർത്ഥം പ്രവാഹം എന്നാണ്. ഇപ്പൊ നമ്മളൊരു നദി ഇങ്ങനെ ഒഴുകുകയാണെങ്കിൽ നമ്മൾ പറയും അതിന്റെ ആ നദിയുടെ ഒഴുക്കിനെ നമ്മൾ പറയും അത് കറണ്ട് ഓഫ് വാട്ടർ എന്ന് പറയും. അതുപോലെ വൈദ്യുതിയുടെ പ്രവാഹം ആണ് ശരിക്കും കറണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ചെറിയൊരു വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇവിടെ ഈ കറണ്ട് ശരിക്കും അപ്പൊ കറണ്ട് പോയി എന്നല്ല പറയാം. ശരിക്കും പറയേണ്ടത് നമ്മൾ ഒന്നുകിലും പവർ പോയി എന്ന് പറയണം, അല്ലെങ്കിൽ മലയാളത്തിൽ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ വൈദ്യുത പ്രവാഹം നിലച്ചു, അങ്ങനെ പറയാം. അങ്ങനെയാണ് ശരിക്കും പറയേണ്ടത്. കറണ്ട് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പ്രവാഹം, എന്ത് പ്രവാഹം, ഏത് പ്രവാഹം, ഒരാശയക്കുഴപ്പം വരും. പക്ഷെ നമുക്കൊരാശയക്കുഴപ്പമില്ലല്ലോ കറണ്ട് പോയി എന്ന് പറഞ്ഞാൽ. അപ്പൊ നിങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി കേട്ടാ, നിങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. ഇനി പുതിയ വാക്ക് പറഞ്ഞ് ചിലപ്പോൾ കേൾക്കണവർക്ക് മനസ്സിലാവില്ല. അപ്പൊ കറണ്ട് എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഈ വൈദ്യുതി ഇങ്ങനെ ഒഴുകണമെങ്കിൽ വൈദ്യുതി എന്തുകൊണ്ട് ഒഴുകുന്നു ആലോചിച്ചിട്ടുണ്ടാ? വൈദ്യുതി എന്തുകൊണ്ട് ഒഴുകുന്നു? ഇപ്പൊ ഞാനൊരു പാത്രത്തിൽ ഇതാ വെള്ളം എടുത്തു. പാത്രം ശരിക്കും വയ്ക്കാം. നോക്കൂ, ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളം എടുത്തു, കാണാണ്ട് അത് മറ്റൊരു പാത്രത്തിൽ ഞാൻ വെള്ളം എടുത്തു, അതേ അളവിൽ തന്നെ ഇട്ടാ, ഇതേ അളവിൽ തന്നെ ഞാൻ മറ്റൊരു പാത്രത്തിൽ വെള്ളം എടുത്തു. എന്നിട്ട് ഈ പാത്രത്തിനെ രണ്ടിനെയും ഞാൻ ഒരു പൈപ്പ് ഉപയോഗിച്ച് ഇതിനെ ബന്ധിപ്പിച്ചു. അടിയിൽ കണ്ട ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് വെള്ളം അവിടേക്ക് ഒഴുകുമോ? ഇല്ല. അവിടുന്ന് വെള്ളം ഇവിടേക്ക് ഒഴുകുമോ? വെള്ളം ഒഴുകുമോ അങ്ങോട്ടും ഇങ്ങോട്ടും? ഇല്ല. ഒരു മിനിറ്റ് ഇടാ, ഞാൻ മായ്ക്കണം തന്നെ അല്ലെ? അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം ഒഴുകുന്നില്ല എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾ പറയുമ്പോ നിങ്ങൾക്ക് അത് മനസ്സിലായി എന്നർത്ഥം. എന്തുകൊണ്ടാണെന്ന് എന്നാലും ഞാൻ വെറുതെ ഒന്ന് ചോദിക്കുക, എന്തുകൊണ്ടാ? ലെവൽ ഈക്വൽ ആയ കാരണം. വെരി ഗുഡ്. അപ്പോ ശ്രദ്ധിക്കട്ടാ, ഈ പാത്രത്തിൽ നിന്ന് ഈ പാത്രത്തിലേക്ക് നമ്മൾ വെള്ളം ഒഴുക്കണം. എന്ത് ചെയ്യും? ഒരു മാർഗമുണ്ട്, വെള്ളം കൂട്ടണം. അല്ലെങ്കിൽ വേറൊരു മാർഗമുണ്ട്, നോക്കിയേ, ഈ പാത്രം, രണ്ടാമത്തെ പാത്രം ഞാൻ എന്ത് ചെയ്യുന്നു, കുറച്ചും കൂടി ഉയരത്തിൽ വെക്കുന്നു, കണ്ട അല്ലേ? എന്നിട്ട് ഈ പൈപ്പ് ഇതാ ഇങ്ങനെ ഞാൻ വളച്ചു കൊടുക്കുന്നു, കണ്ട ശരിയല്ലേ? ഇങ്ങനെ വളച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോ ഈ പാത്രത്തിലെ വെള്ളം മുഴുവനും എന്ത് ചെയ്യാം, ഇതിലേക്ക് ഇങ്ങനെ ഒഴുകി വരാം അല്ലെ? ശരിയല്ലേ? സംശയം ഉണ്ട് അതിന്? സംശയം ഉണ്ടെന്നോ? ഇല്ല. അപ്പോ വെള്ളം എന്തുകൊണ്ട് ഒഴുകി ഇവിടെ? ഇപ്പൊ വെള്ളം എന്തുകൊണ്ട് ഒഴുകി? ഹൈറ്റ് കൂടിയ കാരണം, അല്ലെങ്കിൽ മറ്റൊരു വാക്ക് പറയാം നമുക്ക്,
ഹൈറ്റിലുള്ള ഡിഫറൻസ് കാരണം. അല്ലേ? എന്തുകൊണ്ട് വെള്ളം ഈ പാത്രത്തിൽ നിന്ന് ഈ പാത്രത്തിലേക്ക് ഒഴുകി എന്ന് ചോദിച്ചാൽ വളരെ ക്ലിയർ ആണ്. ഹൈറ്റിലുള്ള ഡിഫറൻസ്. എന്തിലുള്ള ഡിഫറൻസ്? ഹൈറ്റിലുള്ള ഡിഫറൻസ്. അപ്പൊ ഹൈറ്റിലുള്ള ഡിഫറൻസ് കാരണമാണ് വെള്ളം ഒഴുകിയത്. അല്ലേ? ഹൈറ്റിലുള്ള ഡിഫറൻസ് കാരണമാണ് വെള്ളം ഒഴുകിയത്. അങ്ങനെ ഹൈറ്റിലുള്ള ഡിഫറൻസ് കാരണം ഏതാ വെള്ളം ഒഴുകുന്നു. അതായത് ഉയരത്തിൽ നിന്ന് താഴത്തേക്ക് വെള്ളം ഇങ്ങനെ ഒഴുകുന്നു. ഹൈറ്റിലുള്ള ഡിഫറൻസ് കാരണം വെള്ളം ഒഴുകുന്നു. അപ്പോ ഒരു നോക്കാം. ഒരു എന്താണ് ഹൈറ്റിലുള്ള ഡിഫറൻസ് കാരണം കൊണ്ടാണ് വെള്ളം ഒഴുകിയത്. ഇനി ഞാൻ വേറൊരു കാര്യം നോക്കിയാണ്. ഈ താഴത്തെ പാത്രത്തിൽ നിന്ന് മുകളിലേക്ക് വെള്ളം ഒഴുക്കാൻ പറ്റുമോ? നമ്മളൊരു പാത്രത്തിൽ വെള്ളം താഴത്ത് വെക്കുന്നു. ഒരു പാത്രത്തിൽ വെള്ളം താഴത്ത് വെക്കുന്നു. ഞാൻ ഇത് മാറ്റിട്ടാക്കാൻ അല്ലെങ്കിൽ അത് കിടക്കട്ടെ. നോക്കാം. ഒരു പാത്രത്തിൽ വെള്ളം താഴെ വെച്ചിരിക്കുന്നു. ഈ പാത്രത്തിൽ നിന്ന് വെള്ളം മുകളിലേക്ക് ഒഴുക്കണം. പല മാർഗം ഉണ്ടാകും. ഇതിലൂടെ അങ്ങ് കയറി പോവോ? ഒരു ബുദ്ധിയുടെ വർക്ക് ചെയ്തു തന്നെ. പറഞ്ഞോ. നമുക്ക് അതാണ് വേണ്ടത്. ആ ബുദ്ധിയാണ് വേണ്ടത് നമുക്ക്. എന്താ പറഞ്ഞോ? എന്താ പമ്പ്? വെള്ളം കണ്ടോ? താഴത്തുനിന്ന് മുകളിലേക്ക് നമുക്ക് വെക്കാം, അടിക്കാം. നമ്മൾ കിണറ്റിന്ന് ടാങ്കിന്റെ മുകളിലേക്ക് വെള്ളം അടിക്കാറില്ലേ? അത് എങ്ങനെയാ? ഈ പൈപ്പിന്റെ ഇടയിൽ നമ്മളൊരു സാധനം വെക്കും. എന്തായാലും പറയാ മോട്ടർ. മോട്ടർ. പമ്പ് എന്നും നമ്മള് പറയാറില്ലേ? മോട്ടർ അല്ലെ? നമ്മൾ പറയില്ലേ വീട്ടിൽ മോട്ടർ അടിക്കാൻ പറയാറില്ലേ? വെള്ളം കഴിഞ്ഞാ പറയും മോട്ടർ അടിക്ക്. പമ്പ് അടിക്കുന്നൊന്നും പറയാറില്ല. അപ്പോ മോട്ടർ, ആ മോട്ടർ വെച്ചാൽ ഇവിടുന്ന് വെള്ളം മുകളിലേക്ക് പോയി. അപ്പൊ ഞാൻ വീണ്ടും നേരത്തെ ചോദ്യം ചോദിക്കുകയാണ്, എന്തുകൊണ്ട് ഇവിടുന്ന് വെള്ളം മുകളിലോട്ട് പോയി? സ്റ്റക്ക് ആയിട്ടാണോ കാണുന്നത്? അതെ, സാരില്ല. മാഷ് വീഡിയോ ഇട്ടരാ, ലാസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നുണ്ട് കേട്ടാ. അയ്യോ, റെക്കോർഡ് ചെയ്യുന്നുണ്ട്. തൽക്കാലം നിങ്ങൾ ക്ഷമിച്ച്. ഈ നേരായ കാരണം കൊണ്ടാണ് അത് ഏറെ. അപ്പോ ഇവിടുന്ന് വെള്ളം മുകളിലോട്ട് പോകുന്നു. എന്തുകൊണ്ട് പോകുന്നു? എന്തുകൊണ്ട്? അല്ല, മുകളിൽ നിന്ന് വെള്ളം താഴത്തേക്ക് വരാനുള്ള കാരണം നിങ്ങൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞുട്ടാ. എന്താ കാരണം? ഹൈറ്റ് ഡിഫറൻസ് ഇൻ ഹൈറ്റ്. അടിയിന്ന് വെള്ളം മുകളിലോട്ട് വരാനുള്ള കാരണം എന്താണെന്നാണ് ചോദ്യം. എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്തായാലും ഞാനൊരു കാര്യം പറയാം. ഇവിടുന്ന് വെള്ളം മുകളിലോട്ട് പോകാൻ, അതായത് ഇപ്പൊ ഈ ഭാഗത്ത് നിന്ന്, ഈ പൈപ്പിന്റെ ഈ എൻഡിൽ നിന്ന് ഈ എൻഡിന്റെ അവിടെ ഉള്ള അവസ്ഥയല്ല ഈ എൻഡിലുള്ള അവസ്ഥ. അതല്ലേ കാരണം? ഈ എൻഡിൽ എന്താ സംഭവിക്കുന്നത്? ഈ എൻഡില് വെള്ളം ഇങ്ങനെ വലിച്ചെടുക്കുകയും ഈ എൻഡിലോ വെള്ളം അങ്ങോട്ടേക്ക് ഒഴുക്കി വിടുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഞാൻ പറയാം, ശ്രദ്ധിക്കും. ഈ എൻഡില് വെള്ളം വന്നിട്ട് ഇങ്ങനെ തിക്ക് കൂടുകയാണ്. വെള്ളം വന്നിട്ട് ഇങ്ങനെ തിക്ക് കൂടുകയാണ്. ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട്. അതേ സമയം ഈ എൻഡില് വെള്ളം പുറത്തേക്ക് പോവുകയാണ്, ഒഴുകിക്കൊണ്ടിരിക്കുക. കാരണം ഇവിടെ ഇഷ്ടം പോലെ വെള്ളത്തിന് സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇഷ്ടം പോലെ സ്പേസ്. ഇവിടെ വെള്ളത്തിന് സ്പേസ് ഇല്ലാത്ത അവസ്ഥയും ഇവിടെ അവസ്ഥ എന്താ? സ്പേസ് ഉള്ള അവസ്ഥയും. ഞാൻ പറയണത് ശ്രദ്ധിച്ച് കേൾക്കട്ടാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ സ്പേസ് ഉണ്ടാക്കിയ, ആ സ്പേസ് ഇവിടെ ഉള്ളതാക്കിയ ആളാരാ ചോദിച്ച മോട്ടറാണ് അല്ലേ? അതായത് ഈ രണ്ട് എൻഡും തമ്മിലുള്ള ഈ വ്യത്യാസം ഇപ്പോ നമുക്ക് അങ്ങനെയാണെങ്കിൽ പറയാം,
ഇവിടെ കൂടുതലും ഇവിടെ കുറവും, അങ്ങനത്തെ ഒരു വ്യത്യാസമാണ് അല്ലേ? അല്ലെ? ഇവിടെ കൂടുതൽ, അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വെള്ളം കൂടുതലും ഇവിടെ വെള്ളം കുറവും എന്ന് പോലത്തെ ഒരു അവസ്ഥ. നമ്മൾ മുകളിൽ നിന്ന് വെള്ളം കൂടെ ഒഴുകി വന്നു മോട്ടറൊന്നും വെക്കാതെ. അതിന് കാരണം ഗുരുത്വാകർഷണമൊക്കെയാണ്. പക്ഷെ നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ സ്ഥലവും ഇവിടെ സ്ഥലം കുറവും, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ശരിക്കും അവിടെ ഉണ്ടാവുന്നത്. അപ്പോ ഞാൻ പറഞ്ഞു വരണത് ഒരു പോയിന്റിലേക്ക് നമ്മൾ വരണത് വേറൊന്നല്ല. ഇവിടെ ഒരുപാട് അളവ് കൂടുതലും ഇവിടെ ഒരുപാട് അളവ് കുറവും എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ പറയാം പൊട്ടൻഷ്യൽ കൂടുതലും ഇവിടെ പൊട്ടൻഷ്യൽ കുറവും എന്നാണ് നമ്മൾ പറയാ. എന്താ? പൊട്ടൻഷ്യൽ കൂടുതലും കുറവും. അതായത് ഞാൻ ഒന്നുകൂടി പറയാട്ടാ, ഈ മോട്ടർ ഞാൻ മാച്ചു, മോട്ടർ ഇവിടെ നിർത്തും. ഇപ്പൊ പൊട്ടൻഷ്യൽ കൂടുതൽ എവിടെയാ? ടാങ്ക് 1-ലാണോ ടാങ്ക് 2-ലാണോ? ടാങ്ക് 1. പൊട്ടൻഷ്യൽ കുറവ് എവിടെയാ? പൊട്ടൻഷ്യൽ കുറവ് എവിടെയാ? 2-ലാണ്. ഇവിടെ നമ്മൾ മോട്ടർ വെക്കേണ്ട താമസം പൊട്ടൻഷ്യൽ എവിടെയാ? പൊട്ടൻഷ്യൽ കൂടുതൽ എവിടെയാ? പൊട്ടൻഷ്യൽ കൂടുതൽ എന്ന് പറയുന്ന സംഗതി എവിടെയാ? 2-ല്. പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന സംഭവം കുറവ് എവിടെയാ? 1-ല്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ വെള്ളം ഒഴുകാനുള്ള അടിസ്ഥാന കാരണം എന്ത് എന്ന് ചോദിച്ചാൽ ഇപ്പൊ നമ്മൾ എന്താ മറുപടി പറയാ? പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇത് നിങ്ങൾ മുന്നേ കേട്ടിട്ടുണ്ടാവും, എന്നാലും മാഷ് പറഞ്ഞത് മാത്രം. എന്താണ് കാരണം? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് വെള്ളം ഒഴുകുന്നതിനുള്ള കാരണമായിട്ട് മാറിയത്. ഓക്കെ. അപ്പോ ഉയരക്കൂടുതൽ ഉയരക്കുറവ് എന്നുള്ള വാദം നമ്മൾ നിർത്തി, നമ്മൾ അതിനെ മാറ്റി ടേം മാറ്റി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആക്കി. എന്താ കാരണം? ഡിഫറൻസ്. അതാണ് വൈദ്യുത പ്രവാഹത്തിന്റെ കാരണം എന്നാണ്. വൈദ്യുത പ്രവാഹത്തിന്റെ കാരണം ഇതാണ്. എന്ത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ്. വെള്ളത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു, വെള്ളത്തിൻ്റെലല്ല നമ്മൾ അത് ഉപയോഗിക്കുക, ഈ വാക്ക് ഉപയോഗിക്കുക. വൈദ്യുതി പ്രവഹിക്കുന്നതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇപ്പൊ നമ്മള് ഒരു സർക്യൂട്ട് വരയ്ക്കാണ് കേട്ടാ. നോക്കൂ, വെറുതെ ഇങ്ങനെ വരച്ചു, ശ്രദ്ധിക്കൂ, വെറുതെ ഇങ്ങനെ വരച്ചു. ഇവിടെ ഒരു സ്വിച്ചും വെച്ചു, ഒരു വയറല്ല ഇങ്ങനെ എടുത്ത ഒരു ബൾബും അങ്ങനെ കണക്ട് ചെയ്തു, എന്നിട്ട് ഇവിടെ ഒരു സ്വിച്ചും വെച്ചു. സ്വിച്ച് ഇട്ടാൽ ബൾബ് കത്തുവോ? ഇല്ല. നേരെ മറിച്ച് ഇതിന്റെ ഇടയിൽ നമ്മളൊരു ബാറ്ററി വെച്ചു. ബാറ്ററി വെച്ചാലോ? സ്വിച്ച് എടുത്തേ, സ്വിച്ച് എടുത്തേ, സ്വിച്ച് എടുത്തേ. ആ അതെ, ഞാനേ ശരി. അതെ, എന്താ നെറ്റ് കട്ടായി പോണ്ടേ? പിന്നെ ലെഫ്റ്റ് ചെയ്ത് പോട്ടെ. റെക്കോർഡ് ചെയ്യുന്നുണ്ടോ ഈ ക്ലാസ്? റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ക്ലാസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ലെഫ്റ്റ് ചെയ്ത് പോട്ടെ? ലെഫ്റ്റ് ചെയ്ത് പോയിട്ട് വായോ. കട്ടായി പോണ്ടേ? പിന്നെ പോവാട്ടോ. ലെഫ്റ്റ് ചെയ്തിട്ട് വായോട്ടാ. അയ്യോ നോക്കുക. അപ്പൊ ഇത് നമ്മൾ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ബൾബ് എന്ത് ചെയ്യും? ബൾബ് കത്തുന്നു. കണ്ടാ? ബൾബ് കത്തി. കണ്ടില്ലേ? കണ്ടോ നിങ്ങള്? അപ്പോ ഇവിടെ ഇപ്പൊ ബൾബ് കത്താൻ എന്താ കാരണം? ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി. എന്തൊക്കെ കേട്ടില്ല? ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി. കറണ്ട് എന്നാ പറഞ്ഞോ? കറണ്ട്. അതായത് കറണ്ട് ഉണ്ടായത് എങ്ങനെയാന്ന് ചോദിച്ചാൽ ഇവിടെ ഈ ബൾബിന്റെ രണ്ടറ്റത്തും പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായി. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാക്കിയത് ആരാന്ന് ചോദിച്ചാൽ ഈ ആരാ? ഇതാണ്, ഇയാളാണ് ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാക്കിയത്. ആരാ? സെൽ. ഓക്കെ, ഇത് പറഞ്ഞു മനസ്സിലായ? അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്താ വോൾട്ട് എന്ന് പറയുന്നത്. എന്താ ഇതിനെ പറയുന്ന പേര്? വോൾട്ട്. പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതിനെ നമ്മൾ പറയുന്ന പേര്. അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര, പറഞ്ഞില്ലേ മുഴുവനായിട്ടില്ല. പൊട്ടൻഷ്യൽ ഡിഫറൻസ്
നമ്മൾ അളക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ വോൾട്ട്. അതായത് ഇപ്പോ ഒരു ബാറ്ററി വെച്ചാൽ ഇങ്ങനെയാണ് ബൾബ് കത്തുന്നത്. 2 ബാറ്ററി വെച്ചാലോ ബൾബ് എങ്ങനെ കത്തും? ദാ ബൾബിന്റെ പ്രകാശം നോക്കൂ നിങ്ങൾ, വ്യത്യാസം കണ്ടില്ലേ? കണ്ടില്ലേ? നേരത്തെ കത്തുന്ന പോലെയാണോ ഇപ്പൊ കത്തുന്നത്? അല്ല. എന്താ മാറ്റം? പ്രകാശം കൂടി. അപ്പൊ അത് എന്താ കാരണം ചോദിച്ചാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടി. എന്താ കാരണം? കൂടി. അപ്പോ ഇവിടെ ഒരു ബാറ്ററി, ഇപ്പൊ നമ്മൾ ബാറ്ററിമേ നോക്കിയാൽ അതിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അതും എഴുതിയിട്ടുണ്ടാവും. എങ്ങനെ എഴുതിയിട്ടുണ്ടാവും ചോദിച്ചാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒരു സംഖ്യ. ഈ ബാറ്ററി എഴുതിയിട്ടുണ്ടാവുക 6V എന്നാണ്. 6V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? 6 വോൾട്ട്. അങ്ങനെ 6 വോൾട്ടിന്റെ 2 ബാറ്ററി കണ്ട. അപ്പൊ എത്രയാ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മൊത്തം എത്രയാ ചോദിച്ചാൽ? ശരിക്കും പറഞ്ഞ പവർ കൂടി, അതായത് വോൾട്ട് 6ഉം 6ഉം കൂട്ടിയാൽ അത്ര നമുക്ക് കിട്ടുന്നുണ്ട് അവിടെ. ശരിയല്ലേ? നോക്കൂ. അപ്പോ ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അപ്പൊ നമ്മൾ അളക്കുന്ന യൂണിറ്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാ? വോൾട്ട്. ഇത് നിങ്ങൾ പഠിച്ചതിന് മുന്നേ അല്ലേ? പഠിച്ചിട്ടില്ല. അപ്പോ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ അളക്കുന്നതിനുള്ള യൂണിറ്റ് ആണ് വോൾട്ട്. ഒരു യൂണിറ്റിനെ കുറിച്ചിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അളക്കുന്ന ഒരു യൂണിറ്റ് ആണ് ഏത്? വോൾട്ട്. വോൾട്ട് കറണ്ടുമായി ബന്ധപ്പെട്ട ഒരു യൂണിറ്റ് ആണ് വോൾട്ട്. ഇത് മനസ്സിലായോ പറഞ്ഞത്? ഇത്രയും പറഞ്ഞത് ഓക്കെ. ഇനി ഞാൻ കറണ്ടുമായി ബന്ധപ്പെട്ട വേറൊരു സാധനത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നേരത്തെ ടാങ്ക് നമ്മൾ വരച്ചുട്ടാ. ഒരു ടാങ്ക് മുകളിൽ വരച്ചു, ഒരു ടാങ്ക് എന്ത് ചെയ്തു? അടിയിൽ വരച്ചു. അപ്പോ ഈ ടാങ്കിൽ നിന്ന് ഈ ടാങ്കിലേക്ക് നമ്മൾ ഒരു പൈപ്പ് ഇട്ടു. കേൾക്കണ്ട? ഈ ടാങ്കിൽ നിന്ന് ഈ ടാങ്കിലേക്ക് നമ്മൾ ഒരു പൈപ്പ് ഇട്ടു. കാണാല്ലേ നിങ്ങൾക്ക്? ഇതേപോലത്തെ ഒരു ടാങ്ക് ഞാൻ ഇതാ ഇപ്പുറത്തും വെച്ചുട്ടാ. ഇപ്പുറത്തും വെച്ചു. ഇതും തന്നെ ഇത് വലിയ ടാങ്ക് ആക്കാം. ഇതിനും കൂടി വലുപ്പം കൂട്ടാം. ഇനിയിപ്പോ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സംശയം വരും, 2 ടാങ്കിലേക്കുള്ള വെള്ളം ഉണ്ടാകുമെന്നൊക്കെ. ചില ആൾക്കാർ ചിലപ്പോൾ അതൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇതിന് വലിയ ടാങ്ക് വെച്ചു. അപ്പൊ ഇവിടുന്ന് ഇതാ ഇതിലേക്ക് നമ്മളൊരു പൈപ്പ് ഇട്ടു. അതേപോലെ ഇതാ ഇവിടുന്ന് ഇവിടേക്ക് നമ്മളൊരു പൈപ്പ്. ഓക്കെ. ഇത് ടാങ്ക് 1, ഇത് ടാങ്ക് 2, ഇത് ടാങ്ക് 3. ഇവിടെ നിറയുന്ന ടാങ്കുകൾ ഏതൊക്കെയാ? 1ഉം 3ഉമാണ് നിറയുന്ന ടാങ്കുകൾ അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ 2 ടാങ്കും ഒരേപോലെയാണോ എന്നറിയ? അതായത് ഇത് ഒരേ സമയം കൊണ്ടാണോ എന്നറിയ? ഏതാ ആദ്യം എന്നറിയാം? മൂന്നാമത്തെ. എന്തുകൊണ്ടാ മൂന്നാമത്തെ ആദ്യം എന്നറിയണത്? പൈപ്പിന് ഇവിടെ വണ്ണം അതാണ്. ഇത് വണ്ണം കുറഞ്ഞ പൈപ്പാണ്, അതുകൊണ്ട് വെള്ളം വളരെ കുറച്ചാണ് ഇതിലേക്ക് ഒഴുകുക. ഇവിടെ വണ്ണം കൂടിയ പൈപ്പ് ആയതുകൊണ്ട് വെള്ളത്തിന്റെ അളവ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പൊ ഇത് ചിലപ്പോ 1 മണിക്കൂർ കൊണ്ട് നിറയുമെങ്കിൽ ഇതിന്റെ 3 ഇരട്ടി അല്ലെങ്കിൽ 2 ഇരട്ടി വണ്ണമുള്ള പൈപ്പാണ്. അപ്പൊ ഇത് എത്ര മണിക്കൂർ കൊണ്ട് നിറയും? അരമണിക്കൂർ കൊണ്ട് നിറയും. 2 ഇരട്ടി എന്ന് പറയുമ്പോൾ അരമണിക്കൂർ കൊണ്ട് നിറയും. എന്ന് വെച്ചാൽ ഒരു സെക്കൻഡിൽ പറയണത് കേൾക്കട്ടാ,
ഒരു സെക്കൻഡിൽ കൂടുതൽ വെള്ളം ഒഴുകുന്ന പൈപ്പ് ഏത്? ഒന്നിലേക്കുള്ളതാണോ മൂന്നിലേക്കുള്ളതാണോ? മൂന്നിലേക്കുള്ളത്. ഓക്കെ അല്ലെ? മൂന്നിലേക്കുള്ള വെള്ളം അല്ലേ? ശരിയല്ലേ? അപ്പോ മൂന്നിലേക്കുള്ള വെള്ളം ഒരു സെക്കൻഡിൽ കൂടുതൽ വെള്ളം ഒഴുകുന്നു. വെള്ളമായതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് അതിനെ അളക്കാൻ ലിറ്റർ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാം അല്ലെ? വെള്ളത്തിനെ നമ്മൾ ലിറ്റർ കൊണ്ടല്ലേ പറയാം. അപ്പോ ഇവിടെ ഞാൻ പറയണത് ഒരു സെക്കൻഡ് കൊണ്ട് ഇവിടെ ഒരു സെക്കൻഡിൽ 1/2 ലിറ്റർ ആണ് വരുന്നത്. ഇവിടെ ഒരു സെക്കൻഡിൽ 1/2 ലിറ്റർ ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു സെക്കൻഡിൽ എത്ര ലിറ്റർ വരും? 1 ലിറ്റർ. അതാണ് മനസ്സിലായ? ഒരു സെക്കൻഡിൽ 1 ലിറ്റർ. അപ്പൊ ഇവിടെ വെള്ളം ഒഴുകുന്നു, ഇവിടെയും വെള്ളം ഒഴുകുന്നു. പക്ഷെ ഇവിടെ വെള്ളം ഒഴുകുന്നത് കൂടുതലാണ്, ഇവിടെ കുറവാണ്. ഓക്കെ, നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി എങ്കിൽ ഇതാട്ടാ, ഇവിടെ ഒഴുകുന്ന വെള്ളം നമ്മൾ അളക്കുന്നതിനുള്ള യൂണിറ്റ് ഏതെടുത്തത്? ലിറ്റർ. അതേപോലെ കറണ്ട് അഥവാ വൈദ്യുതി അതിങ്ങനെ ഒഴുകുമ്പോൾ അതിനെയും നമ്മൾ അളക്കുക എന്ന് വിചാരിക്കുക. നേരത്തെ ശ്രദ്ധിക്കേണ്ട, നേരത്തെ നമ്മൾ പറഞ്ഞത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്, വ്യത്യാസമാണ്. ഇപ്പൊ ശരിയായില്ലേ? ഇപ്പൊ ശരിയായില്ലേ? അത് ഇടയ്ക്കൊന്ന് സ്റ്റെക്ക് ആവണത്. അത് കുഴപ്പമില്ല. നിങ്ങൾ സ്റ്റെക്ക് ആവുമ്പോഴേക്കും കിടന്ന് ഓടിയിടല്ലേ? നമ്മുടെ ആ പോയിന്റ് കഴിഞ്ഞാൽ പോയി. ഇപ്പൊ അത് നേരത്തെ അതുപോലെ ഒരു ടേം നമ്മളെ കാക്കണ്ട. നേരത്തെ ആ കുട്ടി വന്ന് ചോദിച്ചത് കറക്റ്റ് ഒരു ഭാഗത്തേക്ക് നമ്മൾ കിടക്കുന്ന സമയത്താ. അതോടുകൂടി ഒരു സാധനം പോയിട്ട് ഇപ്പൊ നമ്മുടെ കയ്യിൽ. ഇനിയിപ്പോ അതൊക്കെ ഞാൻ വീണ്ടും പറയേണ്ടി വരും. ഓക്കെ, പറയട്ടെ ഞാൻ. അപ്പൊ നമ്മൾ പറയേണ്ട ഒരു ഓർഡർ ഉണ്ട്. അത് തെറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോ നമ്മൾ പറയണതിന് ഒരു ഗുണം ഉണ്ടാവില്ല. ശ്രദ്ധിക്കൂട്ടാ. നമ്മൾ ഇന്ന് ഒരു കാര്യമാണ് ഞാൻ പറയുന്നുള്ളൂ. ഈ പാഠത്തിലെ ആദ്യത്തെ ഭാഗത്തില് ഒരു കാര്യം വളരെ ഇത്തിരി ബുദ്ധിമുട്ടുള്ളതാ പറഞ്ഞ് മനസ്സിലാക്കാൻ, അറിയാൻ. അതാണ് ഇപ്പൊ പറയണത്. അത് പറയാന്ന് പറയണത് അത് നമ്മൾ പറയുന്നത് ഒരു പ്രഗണിയാണ്. ബാക്കി അത് കഴിഞ്ഞാൽ പിന്നെയുള്ളതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. അതാണ് ഞാനിപ്പോ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇതൊക്കെ പഠിപ്പിക്കണത് അതിന് വേണ്ടിയിട്ടാണ്. ഇത് പറഞ്ഞാൽ പിന്നെ അത് പറയാൻ എളുപ്പ. മനസ്സിലായ? അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. വെള്ളം നമ്മൾ അളക്കുന്നത് യൂണിറ്റ് ഏതാണെന്ന് പറഞ്ഞു? ലിറ്റർ. വെള്ളം എന്ന് പറഞ്ഞാൽ അല്ലെ, ആ ഒഴുകുന്ന സാധനത്തിനെയാണ് നമ്മൾ വെള്ളം എന്ന് പറയണത് അല്ലെ? ഒഴുകുന്നത് എന്തോണോ അതിനല്ലേ വെള്ളം എന്ന് പറയുന്നത്. ഇവിടെ ഒഴുകുന്ന സാധനല്ലേ വെള്ളം. അതേപോലെ ഇലക്ട്രിസിറ്റി അഥവാ കറന്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒഴുകുന്നത് എന്താണ്? അവിടെ ഒഴുകുന്ന ഇലക്ട്രോൺ ഒഴുകുന്നതിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ വൈദ്യുത പ്രവാഹം ഉണ്ടാവുന്നതെന്നാണ് പറയുന്നത്. അപ്പോ വൈദ്യുത പ്രവാഹം യഥാർത്ഥത്തിൽ എന്താണ് എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ ചാർജ് എന്നാണ് നമ്മൾ അതിന് പറയാ. ചാർജിന്റെ പ്രവാഹം. കേൾക്കണ്ട? ശരിക്കും പോസിറ്റീവ് ചാർജ് ആണ്. ശരിക്കും പോസിറ്റീവ് ചാർജ്, 2 തരം ചാർജ് നമ്മൾ സ്ഥിത വൈദ്യുതി എന്ന് പറയുന്ന ഒരു പാഠം നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. സ്റ്റാറ്റിക് എനർജി എന്ന് പറയുന്ന ഒരു സാധനത്തിനെ കുറിച്ച് പഠിച്ചിട്ടില്ലേ നിങ്ങൾ? അതിന് പോസിറ്റീവും നെഗറ്റീവും ചാർജുകളെ കുറിച്ച് പറഞ്ഞിട്ടില്ല. പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ് ഓർമ്മണ്ടാ നിങ്ങൾക്ക്? ഇലക്ട്രോസ്കോപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇടിമിന്നലിന്റെ കഥ പറഞ്ഞതൊക്കെ ഓർമ്മ ഉണ്ടാവുമല്ലോ. അതൊക്കെ ഇങ്ങോട്ട് വരട്ടെ, ഓർമ്മ വരട്ടെ. 8ാം ക്ലാസ്സിലേക്ക് ഇപ്പൊ നമുക്ക് അപ്പോ ആ ഇലക്ട്രോസ്കോപ്പില് നമ്മൾ പറയുന്നുണ്ട് ചാർജ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ചാർജ് 2 തരം, പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും. അപ്പൊ ഇവിടെ ചാർജ് അതാണ് ഇവിടുത്തെ ഇവിടെ ഒഴുകുന്ന സാധനം എന്താന്ന് ചോദിച്ചാൽ ഇവിടെയും ഒഴുകുന്ന സാധനം ചാർജ്. ഇവിടെ അല്ല, ഇവിടെ നമ്മൾ വെള്ളമാണ് ഒഴുകുന്നത്. എന്നാൽ വൈദ്യുത പ്രവാഹത്തിൽ ഒഴുകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആ ഒഴുകുന്ന വസ്തുവിനെ നമ്മൾ പറയാ എന്താ? ചാർജ് എന്നാ പറയാ. ഓക്കെ, ഒഴുകുന്ന വസ്തു എന്താന്ന് ചോദിച്ചാൽ എന്താ പറയാ നമ്മള്? ചാർജ്. ഓക്കെ, അപ്പോ ആ ചാർജ് നമ്മൾ നേരത്തെ വെള്ളം അളന്നു,
അതേപോലെ ആ ചാർജ് നമ്മൾ അളക്കുകയാണെങ്കിൽ, കേൾക്കണ്ട, ആ ചാർജ് നമ്മൾ അളക്കുകയാണെങ്കിൽ അതിനൊരു യൂണിറ്റ് ഉണ്ട്. വെള്ളം അളക്കുന്നത് നമ്മൾ ലിറ്റർ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അതേപോലെ ചാർജ് അളക്കുന്നതിനൊരു യൂണിറ്റ് ഉണ്ട്. ആ യൂണിറ്റിനെ പറയുന്ന പേരാണ് കൂളോം എന്നാണ് നമ്മൾ പറയാം. എന്താണ് അതിന് പറയുന്ന പേര്? കൂളോം. ആ, കൂളോം. കൂളോം. സ്പെല്ലിംഗ് ഇതാണ്, COULOMB. ഇതാണ് കൂളോം. ആ, കൂളോം. ഷോർട്ട് ആക്കിയിട്ട് നമ്മള് കൂളോം എന്ന് പറയുന്നതിന് പകരം C എന്ന് പറയും. ഇനി ഇതിനെ സൂചിപ്പിക്കാനായിട്ട്, ആ ചാർജിന്റെ അളവിനെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ Q നമ്മൾ കാണിക്കും. എത്ര കൂളോം എന്ന് പറയുമ്പോൾ അതിന് Q. ഇപ്പോ 10 കൂളോം ആണെങ്കിൽ എന്താണ്, അതാണ് Q, അതിന്റെ Q എന്ന് പറയും. ഓക്കെ, ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടല്ലോ അല്ലെ? ഫോളോ ചെയ്യണ്ടല്ലോ അല്ലെ നിങ്ങള്? ഇതുവരെ ഓക്കെ അല്ലേ? ഇതുവരെ കുഴപ്പമൊന്നുമില്ലല്ലോ? ആ, അപ്പൊ നമ്മൾ നേരത്തെ വോൾട്ട് പറഞ്ഞു, ഇപ്പൊ ഇതാ പറയുന്നു കൂളോം. കൂളോം മലയാളത്തിൽ ഇതാ ഇങ്ങനെ എഴുതും, കൂളോം. കൂളോം. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതൊന്ന് ക്ലിയർ ആക്കിയിട്ട് അടുത്തിരിക്കുക. നോക്കൂ, എന്താണ് ഒരു വൈദ്യുത പ്രവാഹം നടക്കണമെങ്കിൽ എവിടുന്ന് എവിടേക്ക് നടക്കുന്നു ആ രണ്ട് പോയിന്റുകൾക്കിടയിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവണം. ഓക്കെ, പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അതായത് 10 ലിറ്റർ വെള്ളം മുകളില്, താഴെ അല്ലേ വെള്ളമൊന്നും ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവുമ്പോഴാണ് ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അവിടെ ഉണ്ടാവുന്നത്. അതാണ്, ആ വ്യത്യാസത്തിനെയാണ്. ഇപ്പൊ നമ്മൾ മുകൾ ഭാഗം താഴെ എന്നുള്ളതിന് പകരം ഒന്നും കൂടി അത് ക്ലിയർ ആക്കുകയാണെങ്കിൽ, ചേട്ടാ, ഒപ്പത്തിനൊപ്പം ഇരിക്കുന്ന രണ്ട് പാത്രം ഇങ്ങനെ എടുത്തോ. മുകൾ ഭാഗം താഴെ എന്ന് പറയുന്നത് ഒന്നും കൂടി ക്ലിയർ ആക്കാം. ഒപ്പത്തിനൊപ്പം ഉള്ള രണ്ട് പാത്രം, എന്നിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിക്കണം. ഇതിൽ ഇത്രയുള്ള വെള്ളം, ഇതിൽ ഇത്രയുള്ള വെള്ളം. അങ്ങനെയാണെങ്കിൽ ഇവ തമ്മിൽ കണക്ട് ചെയ്താൽ എന്ത് ചെയ്യും? വെള്ളം ഇവിടെ നിന്ന് ഒഴുകും. ഉറപ്പല്ലേ? അപ്പൊ ഇതാണ് ശരിക്കും പൊട്ടൻഷ്യൽ ഡിഫറൻസ്. കാരണം ഇവിടെ 5 ലിറ്റർ ഉള്ളൂ, ഇവിടെ അതേസമയം 20 ലിറ്റർ ഉണ്ട്. അപ്പൊ ആ ലിറ്ററുകൾ തമ്മിലുള്ള ആ വ്യത്യാസമാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? അപ്പൊ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ 5 ഉള്ളൂ, ഇവിടെ 20 ഉണ്ട്. അപ്പോ 15 ലിറ്റർ വ്യത്യാസം. ഓക്കെ, 15 ലിറ്റർ. എത്ര വ്യത്യാസം? ഇവിടെ 20 ലിറ്റർ, ഇവിടെ 5 ലിറ്റർ. അപ്പൊ 20 ലിറ്ററും 5 ലിറ്ററും തമ്മിലുള്ള വ്യത്യാസമാണ് 15 ലിറ്റർ. അതാണ് പൊട്ടൻഷ്യൽ വ്യത്യാസം. എങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് ഒഴുകുന്ന വെള്ളം ഒരു സെക്കൻഡിൽ എത്ര ലിറ്റർ ഒഴുകുന്നു? ഒരു സെക്കൻഡിൽ എത്ര ലിറ്റർ ഒഴുകുന്നു? മനസ്സിലായോ പറഞ്ഞത്? എന്താ? ഒരു സെക്കൻഡിൽ എത്ര ലിറ്റർ ഒഴുകുന്നു? ഒരു സെക്കൻഡിൽ എത്ര ലിറ്റർ ഒഴുകുന്നു? അതാണ് കൂളോം. അതാണ് കൂളോം. ഒരു സെക്കൻഡിൽ നോക്കുക, 5 ലിറ്റർ വീതമാണ് ഒഴുകണമെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര? ഒരു സെക്കൻഡിൽ 5 ലിറ്റർ വീതം ഒഴുകുന്നു എന്നുണ്ടെങ്കിൽ അപ്പൊ എത്ര സെക്കൻഡ് കൊണ്ട് നിറയും? ഇവിടെ നിങ്ങൾ എത്തും. ഇവിടെ 5 ലിറ്റർ ഓൾറെഡി ഉണ്ട്, ഇവിടെ 20 ലിറ്റർ ഉണ്ട്. അപ്പോ ഈ ഒഴുക്ക് ഇവിടേക്ക് എത്താൻ ശരിക്കും എത്ര സമയം എടുക്കും? എത്ര സെക്കൻഡ് കൊണ്ട് ഇത് രണ്ട് ലെവലാവും? അങ്ങനെ പറയാം, ഒന്നുകൂടി ക്ലിയർ ആക്കാം. 1.5 സെക്കൻഡ് അല്ലേ? അതായത് ഒരു സെക്കൻഡ് കൊണ്ട് 1.5 സെക്കൻഡ് വേണ്ടി വരും. ഒരു സെക്കൻഡ് പറയാം. 1.5 സെക്കൻഡ് വേണ്ടി വരും. ശരിയാ. ഒരു സെക്കൻഡ് കൊണ്ട് 5 ലിറ്റർ ഇങ്ങോട്ട് വരും. അപ്പൊ ഇതിവിടെ 15, ഇവിടെ 5, ഇവിടെ 10. പിന്നെ 5ന്റെ പകുതി 2.5 ലിറ്റർ കൂടി വന്നാലും ഒപ്പത്തിനൊപ്പം ആവുക. അപ്പൊ 1.5 സെക്കൻഡ് കറക്റ്റ് ആണ്. ശരിയല്ലേ? 1.5 സെക്കൻഡ്. അതൊക്കെ പോട്ടേട്ടാ, ഞാൻ പറഞ്ഞ കാര്യം അതൊന്നല്ല. നോക്കൂ, വ്യത്യാസമാണ് 15 ലിറ്റർ എങ്കിൽ ഒരു സെക്കൻഡ് കൊണ്ട് ഒഴുകുന്നതിന്റെ അളവാണ് 5 ലിറ്റർ. ഒന്നുകൂടി പറയാം, വ്യത്യാസം 15 ലിറ്റർ എന്ന് പറഞ്ഞില്ലേ? ഈ 15 ലിറ്ററിനെയാണ് വോൾട്ട് എന്ന് പറയുന്നതെങ്കിൽ ഒരു സെക്കൻഡ് കൊണ്ട് ഒഴുകുന്നതിനെയാണ് നമ്മൾ കൂളോം എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലായ?
ഒരു സെക്കൻഡ് കൊണ്ട് ഒഴുകുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് കൂളോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചോട്ടാം. ഇത് മുന്നേ നിങ്ങൾക്ക് അറിയാം, ഇതിൽ വോൾട്ട് നിങ്ങൾക്ക് അറിയണതാ, കൂളോമാണ് നിങ്ങൾക്ക് അറിയാത്തത് ഉണ്ടാവുക അല്ലെ. കൂളോം നിങ്ങൾ കേട്ടിട്ടുണ്ടോ മുന്നേ? കേട്ടിട്ടില്ല. പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഞാൻ പറഞ്ഞുതരാം. നിങ്ങള് പ്രവാഹ തീവ്രത എന്ന് കേട്ടിട്ടുണ്ടോ? ആംബിയർ എന്ന് പറയും. ആംബിയറേജ് കേട്ടില്ല? എന്താണ് ആംബിയറേജ്? അല്ലെങ്കിൽ നമ്മളൊരു സ്വിച്ച് വാങ്ങിക്കുമ്പോൾ കടക്കാരൻ ചോദിക്കും എത്ര ആംബിയറിന്റെ സ്വിച്ചാണ് വേണ്ടെന്ന് ചോദിക്കും. നിങ്ങളുടെ വീട്ടില് നിങ്ങൾ മോട്ടോറിന്റെ സ്വിച്ചും സാധാരണ ലൈറ്റിന്റെ സ്വിച്ചും കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലും വ്യത്യാസം തോന്നിയിട്ടുണ്ടോ? എന്താ വ്യത്യാസം? അതല്ല ഞാൻ ചോദിച്ചത്, സ്വിച്ചുകൾ തമ്മിൽ എന്താ വ്യത്യാസം? മോട്ടോറിന്റെ സ്വിച്ച് ഒരു തടിയൻ സ്വിച്ച് ആയിരിക്കും, എന്നാൽ ലൈറ്റിന്റെ സ്വിച്ചോ ചെറുതായിരിക്കും. അത് മോട്ടറിന്റെ സ്വിച്ച്. അപ്പൊ അതെന്താ കാരണം നോക്കിയാ, സ്വിച്ചുമ്മ നിങ്ങളൊന്ന് നോക്കിയാൽ കാണാം. മോട്ടോറിന്റെ സ്വിച്ചുമ്മേ ചിലപ്പോ 16 ആംബിയർ 20 ആംബിയർ അങ്ങനെ ആംബിയർ ഉണ്ടാവും. അതേസമയം ലൈറ്റിന്റെ സ്വിച്ചുമ്മേ ചിലപ്പോ 2 ആംബിയർ 1 ആംബിയർ എന്നൊക്കെയാണ് ചിലപ്പോ ഉണ്ടാവുക. മനസ്സിലായ? അപ്പൊ എന്താണ് ഈ ആംബിയർ? അല്ല, ആ മോട്ടറിന്റെ സ്വിച്ചും കൂടെ ഒഴുകുന്ന വൈദ്യുതിയുടെ അളവ് കൂടുതലായിരിക്കും. പെർ സെക്കൻഡിൽ ഒഴുകുന്ന വൈദ്യുതിയുടെ അളവ് കൂടുതലായിരിക്കും. മനസ്സിലായ? സാധാരണ ലൈറ്റിന്റെ സ്വിച്ചിലൂടെ ഒഴുകുന്ന വൈദ്യുതിയുടെ അളവ് അഥവാ ചാർജ്, നമ്മൾ നേരത്തെ ചാർജ് ആ വാക്കല്ല ഉപയോഗിച്ചത്. സാധാരണ സ്വിച്ചിലൂടെ ഒഴുകുന്ന ചാർജിന്റെ അളവ് കുറവായിരിക്കും, എന്നാൽ മോട്ടോറിന്റെ സ്വിച്ചിലൂടെ ഒഴുകുന്ന അളവ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതായത് നിങ്ങൾ മോട്ടോറിന്റെ സ്വിച്ചിന് പകരം കാശ് ലാഭിക്കാൻ വേണ്ടി സാധാരണ സ്വിച്ച് അവിടെ വെച്ചോ, ഒരു തവണ നിങ്ങൾ മോട്ടർ ഇടുള്ളൂ. അടുത്ത തവണ മോട്ടർ ഇടണമെങ്കിൽ വേറെ സ്വിച്ച് മേടിക്കേണ്ടി വരും. എന്താ കാരണം? എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? അത് ആ ഒരു തവണ ഇടുമ്പോഴേക്കും അത് ഉരുക്കി പോയിണ്ടാവും, കത്തിപ്പോയിണ്ടാവും അത് സാധനം. മനസ്സിലായില്ലേ? പറഞ്ഞു മനസ്സിലായില്ലേ? മോട്ടർ നമ്മുടെ മെയിൻ സ്വിച്ച് നിന്നാണ്, മോട്ടറിന്റെ കണക്ഷനൊക്കെ വരിക നമ്മുടെ മെയിൻ സ്വിച്ച് നിന്നാണ് വരിക, ഡയറക്റ്റ് ആയിട്ടാണ് വരിക മിക്കതും. അതിന്റെ ഫ്യൂസ് സെപ്പറേറ്റ് ഉണ്ടാവും, നല്ല കട്ടിയുള്ള ഫ്യൂസ് വയറൊക്കെ ആയിരിക്കും. അതൊക്കെ നമുക്ക് പിന്നെ പറയാം. തൽക്കാലം ഇതാണ് ആംബിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ അവിടെ കടന്നു പോകുന്ന വൈദ്യുതിയുടെ അളവാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതിനെ നമ്മൾ സൂചിപ്പിക്കുക ഐ കൊണ്ടാണ്. അതാണ് ഞാൻ ചോദിച്ചത്. ഐ എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ? ഐ എന്നുള്ളത് കേട്ടിട്ടില്ലേ? ഐ എന്ന് വെച്ചാൽ ശ്രദ്ധിക്കുക, ഇതിന്റെ ഐ ഇപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞതിൽ 5 ലിറ്റർ ആണ്, 5 കൂളോമാണെന്ന് വിചാരിച്ചു. ലിറ്ററിന് പകരം ഞാൻ ഇവിടെ കറണ്ട് ആവുന്നത് കൂളോമായി. ഒരു സെക്കൻഡിൽ എത്രയാ? 5 കൂളോ. ഒരു സെക്കൻഡിൽ 5 കൂളോ ആണെങ്കിൽ, അതായത് ഇവിടുത്തെ അളവാണ് നമ്മൾ പറഞ്ഞത്, അത് നമ്മുടെ ആംബിയർ വെച്ചിട്ട് നമ്മൾ പറയുമ്പോൾ ആംബിയർ എത്ര? 5 ആംബിയർ ആണെന്ന് പറയും. അതായത് ഐ അല്ല, ഐ ആയിട്ട് നമ്മൾ പറയുമ്പോൾ അത് 5 ആംബിയർ ആണെന്ന് പറയും. ഇപ്പോ ഒരു ഏകദേശ ധാരണ കിട്ടിയ മനസ്സിലായില്ലേ? പോയാ കംപ്ലീറ്റ് കൊളായ. അതായത് ഒരു സെക്കൻഡിൽ 5 കൂളോമാണ് ഇവിടെ പ്രവഹിക്കുന്നത്. ഇത് വൈദ്യുതിയാന്ന് വിചാരിച്ചോ? ഇത് 2 വൈദ്യുതി ഉപകരണങ്ങൾ, വെള്ളമല്ല, ഇത് വൈദ്യുതി. ഒരു സെക്കൻഡിൽ ഇവിടുന്ന് ഇവിടേക്ക് ഒഴുകുന്നത് ചാർജ് 5 കൂളോമാണ്. ഒരു സെക്കൻഡിൽ 5 കൂളോമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ഇത് 5 ആംബിയർ ആണ്. ഇവിടെ വെക്കേണ്ട സ്വിച്ചിന് എത്ര ആംബിയർ വേണം? എത്ര ആംബിയറിന്റെ സ്വിച്ച് വെക്കണം? 5 ആംബിയറിന്റെ സ്വിച്ച് വെക്കണം. അതായത് അവിടുത്തെ ഐ എത്രയെന്ന് ചോദിച്ചാൽ 5 ആംബിയർ ആണെന്നാ പറയാം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഞാൻ. കൂളോം എന്താണ് എന്ന് നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ട്, പക്ഷെ അത് നിങ്ങൾ ഇങ്ങനെയല്ല പഠിച്ചുള്ളത്, ആംബിയർ എന്ന് പറയുന്ന വാക്കിലൂടെയാണ്. മനസ്സിലായ? ഇപ്പൊ ഞാൻ പറയണേ,
10 സെക്കൻഡ് കൊണ്ട് 10 സെക്കൻഡ് കൊണ്ട് ശ്രദ്ധിക്കൂ, ഞാൻ പറഞ്ഞത് കേൾക്കൂ. 10 സെക്കൻഡ് കൊണ്ട് നോക്കുക 80 കൂളോം. 80 എന്താണ്? കൂളോം. 80 കൂളോം ചാർജ് പ്രവഹിക്കുന്നുവെങ്കിൽ അതിന്റെ ഐ എന്തായിരിക്കും ചോദിച്ചാൽ പറയാൻ പറ്റൂ? എന്താ പറഞ്ഞോ? 8. അതന്നെ, അതായത് 80/10 സമയം 8. കേൾക്കണ്ട? 80/8 അതായത് 5 പറഞ്ഞാൽ അപ്പൊ എന്താണ്? അതായത് 8 ആംപിയർ എന്ന് പറയും. 8 ആംപിയർ. 8 ആംപിയർ. ആംപിയർ 8 ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞ 5 ആംപിയർ. അപ്പൊ ഏത് ആംപിയർ കൂടുതൽ? 8 ആംപിയർ. ഓക്കെ. ഞാനപ്പോ കൂളോം എന്ന് പറയുന്നത് നിങ്ങൾ മുന്നേ കേട്ടിട്ടുണ്ട്, അതൊന്ന് ഓർമ്മിപ്പിച്ചതാണ് ഇപ്പോ. പക്ഷെ കൂളോം നിങ്ങൾ കൂളോം എന്ന് പറഞ്ഞിട്ടല്ല കേട്ടിട്ടുള്ളത്, ആംപിയർ എന്ന് പറഞ്ഞിട്ടാ. ഓക്കെ. അന്ന് പഠിപ്പിക്കുമ്പോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, പ്രവാഹ തീവ്രത എന്നാ പറഞ്ഞിട്ടുണ്ടാവുക. എന്ന് പറഞ്ഞാൽ എന്താ സാധനം? വൈദ്യുത പ്രവാഹ തീവ്രത അഥവാ ഇന്റൻസിറ്റി ഓഫ് കറന്റ് എന്ന് പറയും. കേൾക്കണ്ട? ഇന്റൻസിറ്റി ഓഫ് കറന്റ്. പക്ഷെ നമ്മളത് ചുരുക്കിയിട്ട് കറന്റ് എന്നാക്കി. ഇന്റൻസിറ്റി ഓഫ് കറന്റ് നമ്മൾ ചുരുക്കി പറഞ്ഞ് ചെറുതാക്കി അതിനെ വെറും എന്താക്കി മാറ്റി നമ്മള്? കറന്റ്. അപ്പൊ കറന്റ് എന്ന് പറഞ്ഞാൽ ഐ ആണ്. ശരിക്ക് ഐ എന്താണെന്ന് ചോദിച്ചാൽ ഇന്റൻസിറ്റി ഓഫ് കറന്റ് അഥവാ വൈദ്യുത പ്രവാഹ തീവ്രതയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ 1 സെക്കൻഡിൽ എത്ര കൂളോം, അതാണ് ഐ. 1 സെക്കൻഡിൽ എത്ര കൂളോം. ഓക്കെ. ഇത്രയും ഞാൻ പറഞ്ഞു, മനസ്സിലായ? സംശയമില്ലല്ലോ? അടുത്ത ഭാഗത്തേക്ക് പോവാണ് കേട്ടാ. അടുത്ത ഭാഗത്തേക്ക് പോകുമ്പോ ഇതില് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടാ. സംശയം വെച്ചിട്ട് പോകാൻ പാടില്ല. ഇനി അപ്പൊ നമ്മളിപ്പോ എന്തൊക്കെ പറഞ്ഞു? വോൾട്ട് പറഞ്ഞു, പിന്നെന്താ പറഞ്ഞേ? കൂളോം. കൂളോം. ആംപിയർ. അതാണ് കൂളോമും ഐയും തമ്മിലുള്ള ബന്ധം പിന്നെ പറഞ്ഞു. അപ്പൊ ഐന്റെ കാര്യം വിടുക തൽക്കാലം. വോൾട്ടും കൂളോമും മാത്രം എടുക്കുക. അതൊന്നും കൂടി ഒന്ന് പറഞ്ഞു നോക്കുക. വോൾട്ട് എന്താ? വൈദ്യുതി പ്രവഹിക്കണമെങ്കിൽ ആ സർക്യൂട്ടിന്റെ 2 എൻഡുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് വോൾട്ട് എന്ന് പറയുന്നത്. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ 1 സെക്കൻഡിൽ സംഭവിക്കുന്ന പ്രവാഹത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൂളോം. 1 സെക്കൻഡിൽ എത്ര ചാർജ്, അതാണ് കൂളോം. ഓക്കെ. ഇത്രയും പറഞ്ഞു മനസ്സിലായ? ഓക്കെ. ഇനി നമ്മള് വൈദ്യുതി പ്രവഹിക്കുമ്പോൾ വെള്ളം, വൈദ്യുതിയുടെ കാര്യം ഇല്ല, വീണ്ടും വെള്ളത്തിന്റെ കാര്യം എടുക്കുന്നു. വെള്ളം ഇങ്ങനെ ഒഴുകുമ്പോൾ അവിടെ ഒഴുകുന്ന വെള്ളത്തിന് ഒരു പ്രത്യേക തരം എനർജി ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പഠിച്ചിട്ടില്ലേ? ഒഴുകുന്ന വെള്ളത്തിന് എനർജി ഉണ്ട്, പഠിച്ചിട്ടില്ലേ? ഒരു വീടിന്റെ മുകളില് ടാങ്കില് നിറച്ചു വെച്ചിരിക്കുന്ന വെള്ളത്തിന് എനർജി ഉണ്ട്. ആ ടാങ്കിൽ നിന്ന് നമ്മളൊരു പൈപ്പ് ഇട്ടിട്ട് ഒരു പൈപ്പ് തുറന്നു കഴിഞ്ഞാൽ വെള്ളം അങ്ങനെ ഒഴുകും ശക്തിയില്. അങ്ങനെ ഒഴുകുന്ന സമയത്ത് ആ വെള്ളത്തിന് ഒരു എനർജി ഉണ്ട്. എന്താണ് എനർജി? കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും. വീടിന്റെ മുകളിൽ ടാങ്കിൽ നിറച്ചു വെച്ചിരിക്കുന്ന വെള്ളത്തിന് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയും, സ്ഥിതികോർജം. അതേസമയം അതിങ്ങനെ ഒഴുകി വരുമ്പോൾ അതിന് എന്ത് എനർജിയായി മാറി? കൈനറ്റിക് എനർജി ആയി മാറി. ഓക്കെ. എനർജി വാക്കെന്താ? എനർജി. അപ്പോ ഇവിടെ പറയുന്നത് ഒഴുകുന്ന വെള്ളത്തിന് മാത്രമല്ല ഒഴുകുന്ന എല്ലാത്തിനും എനർജി ഉണ്ട്. വൈദ്യുതിക്കും ഒഴുകുന്ന വൈദ്യുതിക്കും എനർജി ഉണ്ട്. ആ എനർജിയാണ് നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്നത്, അല്ലേ? നമ്മൾ ഫാൻ ഇട്ടാൽ അവിടെ എന്താ പറയാ, ഇലക്ട്രിക് എനർജി എന്ത് എനർജി ആയിട്ട് മാറി? മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറി, അല്ലേ?
ആ ഇസ്തിരിപ്പെട്ടി ഓൺ ചെയ്താൽ ഇലക്ട്രിക് എനർജി എന്തായിട്ട് മാറി? ഹീറ്റ് എനർജി അഥവാ താപോർജ്ജമായിട്ട് മാറി. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കേട്ടിട്ടുണ്ട്. നിങ്ങൾ കേട്ട കാര്യങ്ങളാണ് ഇപ്പൊ ഈ പറയണത്. ശ്രദ്ധിക്കും. അപ്പോ എനർജി ഉണ്ട്. അപ്പോ വൈദ്യുതി ഒഴുകുമ്പോഴാണ് അതിന് എനർജി ഉള്ളൂ. അതാണ് നമ്മള് കറണ്ട് പോയാ നമ്മൾ പറയുന്നത് കറണ്ട് പോയി എന്ന് പറയുന്നത്. കാരണം ഒഴുകണില്ല. ഒഴുകാത്ത കറണ്ടിനെ കൊണ്ട് നമുക്ക് ആവശ്യമില്ല. ഒഴുകണം. മനസ്സിലായല്ലോ അല്ലേ? ഇപ്പൊ നമ്മള് പറയാണ് ഒരു ചെമ്പ് കമ്പി എടുത്താൽ ആ ചെമ്പ് കമ്പിയില് പോസിറ്റീവും നെഗറ്റീവും ഒക്കെ ഉണ്ട്. പക്ഷെ അത് ഒഴുകണില്ല. അതിങ്ങനെ നിൽക്കുക. അതൊരു പ്ലഗിൽ കുത്തിയിട്ട് ഒരു ബൾബുമായിട്ട് കണക്ട് ചെയ്ത് സ്വിച്ച് ഇട്ടാൽ എന്തായി? ബൾബ് കത്തായി. അപ്പൊ അതിലത്തെ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ഇങ്ങനെ ഒഴുകുകയും ചാർജ് ഒഴുകുകയും അതാണ് അവിടെ എനർജി ആയിട്ട് മാറുന്നത്. അപ്പൊ ഒഴുക്കുണ്ടെങ്കിലാണ് അവിടെ എനർജി ഉണ്ടാവുള്ളൂ. ഓക്കെ? വയ്യണ്ടേയാ? എന്താ തളർന്ന പോലെ? ഒരു ഉഷാറില്ലല്ലോ. നമ്മള് നിർത്താറായിട്ടില്ല കേട്ടാ. ഇതൊരു സംഭവം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കണം ഞാൻ. എന്നിട്ട് അടുത്ത ക്ലാസ്സിലോട്ട് വീണ്ടും ഈ പാഠം തുടങ്ങും. അപ്പൊ ഇന്ന് ഇത് മാത്രമാണ് നമ്മൾ പറയണത്. നോക്കൂ. അപ്പോ ഈ ഒഴുകുന്ന കറന്റിനും അല്ലെങ്കിൽ കറന്റിന് എനർജി ഉണ്ട് എന്ന് പറഞ്ഞു നമ്മള്. എന്തിനാണ് ഈ എനർജി ഉപയോഗിക്കുന്നത്? നിങ്ങൾക്ക് എനർജി ഉണ്ടെങ്കിൽ നിങ്ങൾ ആ എനർജി കൊണ്ട് എന്ത് ചെയ്യും? വർക്ക് ചെയ്യും. അതന്നെ, വർക്ക് ചെയ്യും, പ്രവൃത്തി. എനർജി ഉണ്ടെങ്കിൽ നിങ്ങൾ ആ എനർജി കൊണ്ട് എന്ത് ചെയ്യും? വർക്ക് ചെയ്യും. അപ്പൊ വർക്ക് ചെയ്യണമെങ്കിൽ എനർജി വേണം. കേൾക്കണ്ട? ഈ എനർജിയെയും അതുകൊണ്ട് വർക്കിനെയും നമ്മൾ ഒരേപോലെയാണ് കണക്കാക്കുക. എനർജി എന്ന് പറയുന്നത് എന്താണോ അത് വർക്കിന് ഈക്വൽ ആണ്. അല്ലെങ്കിൽ വർക്ക് എന്ന് പറയുന്നത് എന്താണോ അത് എനർജിക്ക് ഈക്വൽ ആണ്. എന്തായാലും ആവട്ടെ, ഞാൻ പറയണത് ഒരു വർക്ക് നടക്കുന്നുണ്ടെങ്കിൽ അവിടെ എനർജി ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നർത്ഥം. എനർജി ഉപയോഗിക്കപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ വർക്ക് നടക്കുന്നുണ്ട് എന്നർത്ഥം. മനസ്സിലായല്ലോ പറഞ്ഞത്? രണ്ടും ഒന്ന് തന്നെയാണെന്ന്, വ്യത്യാസമില്ല. അതുകൊണ്ട് എനർജിയെയും വർക്കിനെയും കോമൺ ആയിട്ട് ഒറ്റ യൂണിറ്റ് കൊണ്ടാണ് സൂചിപ്പിക്കുക സാധാരണ. ആ യൂണിറ്റിന്റെ പേരാണ് ജൂൾ. എന്താ? ജൂൾ. കേട്ടിട്ടുണ്ടോ നിങ്ങള്? ജൂൾ. ജൂണല്ലാടാ, ജൂൾ. ജൂൾ. എന്താണ് ജൂൾ? ആരാണ് ജൂൾ? ജൂൾ എന്ന് പറഞ്ഞ ഒരാളാണ്. ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ എന്ന് പറയും. നമുക്കൊക്കെ വലിയ ഒരു ഉപകാരം ചെയ്തു വെച്ചുള്ള ആളാണ് ആര്? ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ. എന്താണ് ആ ഉപകാരം എന്ന് ഞാൻ പറയട്ടെ? കേൾക്കാൻ തയ്യാറല്ലേ നിങ്ങള്? നിങ്ങളുടെ വീട്ടില് എല്ലാ മാസവും എന്താണ് ഇലക്ട്രിസിറ്റി ബോർഡിൽ ഒരാൾ വരും. ഒരാള് വന്നിട്ട് കാണാ, നമ്മളോടൊന്നും ചോദിക്കില്ല, വീടിന്റെ സൈഡില് ചുമരുമ്മ ഒരു സാധനത്തുമ്മ നോക്കിയിട്ട് ഒരു കടലാസിൽ എഴുതിയിട്ട് ഇങ്ങോട്ട് തരും നമ്മുടെ കയ്യില്. അപ്പൊ നമുക്കൊക്കെ ഭയങ്കര സന്തോഷവും ഇല്ലേ? അപ്പൊ നമ്മള് സന്തോഷായി. നമ്മളെന്തായി? അടുത്ത ദിവസം തന്നെ കിട്ടുന്ന താമസം നമ്മൾ പോവായി എവിടേക്ക്? എന്താണ് ആ സാധനം? അപ്പൊ കറണ്ട് ബില്ല് അടയ്ക്കാനുള്ള സൂത്രം കണ്ടുപിടിച്ച ആളാണ് ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ. സന്തോഷായില്ലേ? ജെയിംസ് പ്രെസ്കോട്ട് ജൂളാണ് ഈ കറണ്ട് ബില്ല് എങ്ങനെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം എന്ന് കണ്ടെത്തിയ ആൾ. കേട്ടാ? അപ്പോ ശ്രദ്ധിക്കൂ. കാരണം കറണ്ട് ബില്ല് നമ്മൾ അടയ്ക്കുമ്പോൾ അതിലിങ്ങനെ എഴുതി തരുന്ന സാധനം ഇത്ര ജൂൾ വൈദ്യുതി ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് എഴുതിയാണ്. നമ്മൾ യൂണിറ്റ് എന്നാ പറയാറ്. എന്ന് വെച്ചാൽ 1000 ജൂൾ ആണ് എന്താ പറയാ ഒരു യൂണിറ്റ്. ഒരു യൂണിറ്റ്. മനസ്സിലായ? അപ്പോ എന്താ പറയാ, നമ്മള്
ജൂൾ എന്ന് പറയുന്ന സംഗതി, അതാണ് ഈ യൂണിറ്റ്, വൈദ്യുതിയുടെ യൂണിറ്റ്, വൈദ്യുതി അളക്കുന്നതിനുള്ള യൂണിറ്റാണ് ശരിക്കും അത്. അത് എനർജിയുടെ യൂണിറ്റ് ആയിട്ടും അത് ഉപയോഗിക്കുന്നുണ്ട്. എനർജിയുടെ യൂണിറ്റ് ആണ് ശരിക്കും അവിടെ തരണത് നമുക്ക് കേട്ടോ. അപ്പോ ഇവിടെ ജൂൾ എന്ന് പറയുന്ന ആ സംഗതി നമ്മൾ എന്തൊക്കെ അളക്കുന്നു? എനർജി അളക്കുന്നു, പ്രവൃത്തി അളക്കുന്നു, ഒക്കെ അളക്കുന്നു. ഓക്കെ, അപ്പൊ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി, വൈദ്യുതി ഒഴുകുന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്? എനർജി. അപ്പൊ ഇനി ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കുക. അപ്പൊ വൈദ്യുതി ഒഴുകുമ്പോൾ അവിടെ എനർജി ഉണ്ട്. ആ എനർജി നമ്മൾ കണക്കാക്കുന്ന യൂണിറ്റ് എന്താ? ജൂൾ. ജൂൾ ഏതാ? ജൂൾ. അപ്പൊ നമ്മള് വോൾട്ട് പഠിച്ചു, കുളോം പഠിച്ചു, ഇതാ അപ്പൊ ജൂൾ എന്ന് പറയുന്ന ഒരു സംഗതി പഠിച്ചു. വോൾട്ട് പഠിച്ചു, കുളോം പഠിച്ചു, ജൂൾ ഏതൊക്കെ പഠിച്ചു? വോൾട്ട്, ജൂൾ. ഇനി ഇത് മൂന്നും നോക്കട്ട തമ്മിൽ എന്താണ് ബന്ധം? അതാണ് നമ്മളിവിടെ പറയുന്നത്. വൈദ്യുതി ഒഴുകണമെങ്കിൽ, അതായത് വെള്ളമായാലും വൈദ്യുതി ആണെങ്കിലും ഒഴുകണമെങ്കിൽ അവിടെ എനർജി ഉണ്ടാകണം. അപ്പൊ എനർജിയെ നമ്മൾ അളന്നു. ആദ്യം നമ്മൾ പറഞ്ഞു പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ അളന്നു, പിന്നെ ഒരു സെക്കൻഡിൽ ഒഴുകുന്ന ചാർജിനെ അളന്നു, ഇനി പറഞ്ഞത് ഒഴുക്കിനെയാണ് അളന്നത്. ഓക്കെ, മനസ്സിലായി? ആദ്യം പൊട്ടൻഷ്യൽ ഡിഫറൻസ് അളന്നു 15. ഒരു സെക്കൻഡിൽ ഒഴുകുന്ന ഇത് പറഞ്ഞു നമ്മൾ 5 കുളം, 15 വോൾട്ട്, 5 കുളം. ഇനി നമ്മൾ പറയണത് ഇതിലൂടെ ഒഴുകുന്ന സമയത്ത് എത്ര എനർജി ഉപയോഗിച്ചു എന്നാണ് ഇനി പറയുന്നത്. മനസ്സിലായ? മൂന്നും എനർജി ഉപയോഗിച്ചു, അല്ലെങ്കിൽ ഇതിലൂടെ ഒഴുകുന്ന സമയത്ത് എന്ത് പ്രവർത്തനം നടന്നു? അപ്പൊ ആ പ്രവർത്തനമായാലും എനർജി ആയാലും അത് ജൂൾ വെച്ചിട്ടാണ് നമ്മൾ അളക്കുന്നത്. അപ്പോ ഞാൻ പറയണത് ശ്രദ്ധിച്ച് കേൾക്കാം. ഇവിടെ ഇപ്പൊ സംഭവിച്ചത് 15 വോൾട്ട് 5 കുളോം എന്നൊക്കെയാണ് പറഞ്ഞത്. 15 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാ? 15 വോൾട്ട്. എത്ര കുളോമാ? 5 കുളോം എന്നല്ലേ പറഞ്ഞത് നമ്മള്? ശ്രദ്ധിക്കുക. ഒന്നുകൂടി പറയാം. ഞാനിപ്പോ ഇതിൽ പറഞ്ഞത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് 15 വോൾട്ട്. ഇവിടെ ഒഴുകുന്ന ചാർജ് ഒരു സെക്കൻഡിൽ 5 കുളം. ഒരു സെക്കൻഡിൽ എത്ര? 5 കുളം. കേൾക്കണ്ട? ഓക്കെ, അത് പറഞ്ഞു മനസ്സിലായി. ഇനി ഈ 15 വോൾട്ടിന് പകരം ഞാൻ പറയാണ്, അല്ലെങ്കിൽ 15 വോൾട്ടിന്റെ കാര്യം. അപ്പോ ഇവിടെ 15 വോൾട്ട് ഉണ്ടാ. ഇവിടെ നിർത്തി ഒന്നുകൂടി പറയാം. ഒഴുകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് 15 വോൾട്ട്. ഒഴുകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര? 15 വോൾട്ട്. ഇവിടെ ഒഴുകുന്ന ചാർജ് ഒരു സെക്കൻഡിൽ എത്ര? 5 കൂളം. ഓക്കെ, ഇനി ഈ ഒഴുകുന്ന, ഇവിടെ ഇങ്ങനെ ഒഴുകുന്ന, ഇവിടുന്ന് ഇവിടേക്ക് ഒഴുകുന്ന വൈദ്യുതി ഇങ്ങനെ ഒഴുകുന്ന സമയത്ത് അതിന് എനർജി ഉണ്ടെന്ന് പറഞ്ഞു. എനർജി ഉണ്ട്, അതെന്താ? ജൂൾ കണക്ക് വെച്ചിട്ടാ പറയണം. സപ്പോസ് നമ്മളിപ്പോ ഈ ഉദാഹരണത്തില് ഇപ്പൊ ജൂൾ എന്ന് പറയുന്നത് ഒരു എത്ര? 25 ജൂൾ എന്ന് വിചാരിച്ചോ. എത്ര ജൂൾ? 25 ജൂൾ. അതായത് വോൾട്ട് 15, 5 കുളം 25 ജൂൾ. അങ്ങനെയാണ് ഇപ്പൊ ഇവിടുത്തെ ഒരു അവസ്ഥ. കേട്ടോ. ഇത് വെറുതെ ഞാൻ കുറച്ച് സംഖ്യകൾ ഇട്ടതാണ് മനസ്സിലാവാൻ വേണ്ടിട്ട്. ഇത് എന്താ സംഭവം മനസ്സിലാൻ വേണ്ടി. അതായത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? ഇത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് 15. ഇത് ഒഴുകുന്ന സമയത്ത് ഒരു സെക്കൻഡിൽ എത്ര ഒഴുകുന്നു? ഇതെന്താ? ഇതിൽ നിന്ന് ഈ ഒഴുക്കിലൂടെ ഉണ്ടാകുന്ന എനർജി, അല്ലെങ്കിൽ ആ ഒഴുകാൻ വേണ്ട എനർജി, അങ്ങനെ പറയാം. ആ ഒഴുകാൻ വേണ്ട എനർജി. അപ്പൊ നിങ്ങൾ കിണറ്റിന്ന് വെള്ളം കോരുകയെന്ന് വിചാരിച്ചോ. കിണറ്റിന്ന് വെള്ളം കോരണമെങ്കിൽ, വെള്ളം നമ്മളിങ്ങനെ കോരില്ലേ, കണ്ടിട്ട്? അത് അങ്ങനെ കോരണമെങ്കിൽ കോരണ ആൾക്ക് എന്ത് വേണം? എനർജി വേണം. അതേപോലെ നമ്മൾ മോട്ടോർ ഉപയോഗിച്ചിട്ട് വെള്ളം അടിക്കുകയാണെന്ന് വിചാരിച്ചു. ആ മോട്ടോറിനും എന്ത് വേണം?
എനർജി. മോട്ടോർ അവിടെ എനർജി ഉണ്ടെങ്കിലാണ് മോട്ടോർ വർക്ക് ചെയ്യുള്ളൂ. അതായത് ഇതൊക്കെ നമ്മൾ ആ എനർജി ഒക്കെ ഒഴുകുന്ന വെള്ളത്തിന്റെ അല്ലെങ്കിൽ കോരുന്ന വെള്ളത്തിന്റെ എനർജി ആയിട്ടാണ് സങ്കല്പിക്കണം. മനസ്സിലാവണ്ട? ഒഴുകുന്ന വെള്ളത്തിന്റെ അഥവാ കോരുന്ന വെള്ളത്തിന്റെ എനർജി, അല്ലെങ്കിൽ ആ വെള്ളം കോരാൻ വേണ്ട എനർജി, അല്ലെങ്കിൽ ഒഴുകാൻ വേണ്ട എനർജി. മനസ്സിലായോ പറഞ്ഞത്? ഇപ്പൊ പറഞ്ഞു മനസ്സിലായോ? ആ, ഇനി മാഷ് പറഞ്ഞു ശ്രദ്ധിക്കാം. ഇവിടെ ഒരു സെക്കൻഡിൽ 5 കൂളോം എന്നുള്ളത് മാറ്റിയിട്ട് 1 കൂളോം ആയി. ഒരു സെക്കൻഡിൽ എത്ര? ഒരു സെക്കൻഡിൽ എത്ര കൂളോം? കേൾക്കില്ലേ ഞാൻ പറഞ്ഞത്? ഒരു സെക്കൻഡിൽ 1 കൂളോം. അങ്ങനെ 1 കൂളോം വൈദ്യുതി ഒരു സെക്കൻഡിൽ ഇവിടേക്ക് ഒഴുകുമ്പോൾ അവിടെ ഉപയോഗിക്കപ്പെടുന്ന എനർജി ശ്രദ്ധിക്കണ്ട. ഉപയോഗിക്കപ്പെടുന്ന എനർജി 1 ജൂൾ ആണെന്ന് വിചാരിക്കാം. എനർജി എത്രയാണെന്ന് വിചാരിക്കുക? കേൾക്കില്ലേ? ഇതാണ് ലാസ്റ്റ് ഭാഗമായിട്ടാ പോരുത്. ആ, 1 ജൂൾ ആണെന്ന് വിചാരിക്കുക. ഇത്ര നേരം നമ്മൾ പറഞ്ഞതിനൊക്കെ ഫലമായിട്ടേ ഉള്ളത്. ഒരു സെക്കൻഡിൽ ഒഴുകുന്നത് 1 കൂളോം. അങ്ങനെ ഒരു സെക്കൻഡിൽ 1 കൂളോം ഒഴുകുമ്പോൾ അവിടെ ഉപയോഗിക്കപ്പെടുന്ന എനർജി 1 ജൂൾ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് തരേണ്ട ആവശ്യമില്ല. നമുക്ക് പറയാം അത് 1 വോൾട്ട് ആയിരിക്കും. എന്തായിരിക്കും പറയുന്നത്? 1 വോൾട്ട്. എന്താ പറഞ്ഞു ഞാൻ? എന്താ ഞാൻ പറഞ്ഞു? പറയൂ. എല്ലാം ഒന്ന് അല്ലേ? എല്ലാം ഒന്നല്ലേ? ആ, എന്നാ ഒന്ന് പറഞ്ഞ എന്തൊക്കെയപ്പോ ഒന്നായി ഈ എടുത്തത്? പറയൂ, വേഗം പറയൂ. അപ്പൊ 1 കൂളോം ചാർജ്, 1 ജൂൾ, 1 വോൾട്ട്. ഓക്കെ? എന്താ? 1 കൂളോം ചാർജ്, 1 ജൂൾ, 1 വോൾട്ട്. എന്താണ് വോൾട്ട്? വോൾട്ട് ശ്രദ്ധിക്കൂട്ടാ, മാഷ് ഒന്നുകൂടി പറയാട്ടാ. വോൾട്ട് എങ്ങനെയാണ് നമ്മൾ കണക്കാക്കണമെന്നാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. അതായത് 1 കൂളോം ചാർജ്, 1 ജൂൾ, 1 വോൾട്ട് എന്ന് വെച്ചാൽ ഒന്നും കൂടി ക്ലിയർ ആക്കാം. 1 കൂളോം ചാർജ് ഒരു സെക്കൻഡിൽ 1 കൂളോം ചാർജ് 1 ജൂൾ എനർജി ഉപയോഗിച്ച് പ്രവഹിക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിരിക്കും? 1 വോൾട്ട് ആയിരിക്കും. കേൾക്കണ്ട? എന്താ പറയണത് നമ്മള്? എന്താ പറയണത്? മനസ്സിലായില്ല? ഒന്നുകൂടി പറയാം. 1 കൂളോം ചാർജ് 1 സെക്കൻഡിൽ പ്രവഹിക്കുന്നു. 1 സെക്കൻഡിൽ പ്രവഹിക്കുന്നു. 1 കൂളോം ചാർജ് എന്ത് ചെയ്യുന്നു? 1 സെക്കൻഡിൽ പ്രവഹിക്കുന്നു. ആ, അങ്ങനെ പ്രവഹിക്കാനായിട്ട് അതിന് വേണ്ടി വരുന്ന എനർജി എത്രയാ? 1 ജൂൾ ആകുന്നു. 1 ജൂൾ ആകുന്നു. കേൾക്കണ്ട? ആ, അങ്ങനെയാണെങ്കിൽ 1 ജൂൾ ആണെങ്കിൽ ശ്രദ്ധിക്കുക, അവിടെ ഉപയോഗിക്കപ്പെടുന്ന എനർജി എന്ന് പറയും അവിടുത്തെ വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയായിരിക്കും? 1 വോൾട്ട് ആയിരിക്കും. 1 വോൾട്ട് ആയിരിക്കും. ഓക്കെ? ഇതാ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു സാധനമാണ്. കണ്ട? കണ്ടോളൂ കേട്ടോ. ഇതവിടെ എഴുതി വെച്ചിട്ടുള്ള സാധനം. അത് കണ്ടോളൂ. കണ്ട? ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വളഞ്ഞു തിരിഞ്ഞ് പറഞ്ഞത്. നേരിട്ട് പറഞ്ഞാൽ മനസ്സിലാവില്ല. 1 കൂളോം ചാർജ് 1 ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക് ചലിപ്പിക്കാൻ വേണ്ട പ്രവൃത്തി 1 ജൂൾ ആണെങ്കിൽ ആ ബിന്ദുക്കൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം 1 വോൾട്ട് ആയിരിക്കും. ഇത്ര നേരം നമ്മൾ പറഞ്ഞത് ഇതാണ് പറഞ്ഞത്. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഇത്രയും കഷ്ടപ്പെട്ടത്. മനസ്സിലായാ പറഞ്ഞത്? ഇംഗ്ലീഷിൽ നോക്കണ? വേണ്ട. ഇതാ ഇംഗ്ലീഷ് വിട്ടാ. നോക്കൂ. നോക്കൂ എന്താ പറയണത് നമ്മള്?
ഇവിടെ കൊടുത്തിട്ടുണ്ട്. The potential difference between 2 points will be 1 volt. If 1 joule of work is done in moving 1 coulomb of charge from one point to other. കണ്ടോ? മനസ്സിലായോ ഇത് പറഞ്ഞത്? പറഞ്ഞു മനസ്സിലായോ? അതായത് നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. 1 കുളോം ചാർജ് പ്രവഹിക്കുന്നു, അതിന് 1 ജൂൾ എനർജി ഉപയോഗിക്കുന്നു എങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിരിക്കും? 1 വോൾട്ട് ആയിരിക്കും. ഈ ബന്ധം അറിയണം കേട്ടാ. ഇത് നമുക്ക് ഇതൊന്നും ഇങ്ങനെ പഠിക്കാൻ വേണ്ടോ, ഇനി ഇതുകൊണ്ട് ആവശ്യമൊന്നും ഇല്ല നമുക്ക്. പക്ഷെ ഇതിങ്ങനെ കിടക്കുന്നുണ്ട് പാഠത്തിലെ, അതുകൊണ്ട് അതുകൊണ്ട് ആദ്യം പറഞ്ഞ് അവസാനിപ്പിച്ചു മാത്രം. ചിലപ്പോൾ ഞാനിത് നമ്മൾ ലാസ്റ്റൊക്കെ ഇത് പറയാറ്, പക്ഷെ ഇതിപ്പോ ആദ്യം പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് ഒരു വെറൈറ്റിക്ക് വേണ്ടി പറഞ്ഞത് മാത്രമേ. കുഴപ്പമില്ലല്ലോ. അപ്പൊ എന്താണ് നമ്മൾ ആലോചിക്കേണ്ടത്? എത്രയും നമ്മൾ ആലോചിക്കണ്ടോ? പറയൂ. ഒരു കുളോം ചാർജ് പ്രവഹിക്കാൻ ഒരു സെക്കൻഡിൽ, ഒരു കാര്യമില്ല, ഒരു കുളോം ചാർജ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ടൈമും കൂടി പറയണം. ഒരു സെക്കൻഡിൽ ഒരു കുളോം ചാർജ് പ്രവഹിക്കാൻ 1 ജൂൾ എനർജി അല്ലെങ്കിൽ 1 ജൂൾ പ്രവൃത്തി അവിടെ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയായിരിക്കും? 1 വോൾട്ട് ആയിരിക്കും. മനസ്സിലായോ? 1 വോൾട്ട് ആയിരിക്കും. മനസ്സിലായ? എന്തായാലും 1 കുളോം ചാർജ് ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക് ചലിപ്പിക്കാൻ വേണ്ട പ്രവൃത്തിക്ക് 1 ജൂൾ ആണെങ്കിൽ, അതിന് സെക്കൻഡിന്റെ കാര്യം പറഞ്ഞിട്ടില്ല നമ്മൾ. 1 കുളോം ചാർജ് ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക്, അതിനെത്രയാന്നാ പറയണത്? 1 ജൂൾ ആണെങ്കിൽ അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയായിരിക്കും? 1 വോൾട്ട്. 1 വോൾട്ട്. ഓക്കെ, ഈ പറഞ്ഞു മനസ്സിലായ? ഞാൻ അതൊന്ന് എഴുതട്ടെ, ഇവിടെ എഴുതട്ടെ. അതായത് ഇപ്പൊ നമ്മൾ പഠിച്ചത് 1 കൂളോം അല്ലേ? പിന്നെന്താ പറഞ്ഞത് നമ്മള്? 1 ജൂൾ. പിന്നെയോ 1 വോൾട്ട്. ഓക്കെ, അപ്പൊ എന്താ മനസ്സിലായി? ശരിയല്ലേ? ഓക്കെ, അപ്പോ ഞാനിതൊന്ന് ഈ ജൂളും വോൾട്ടും ഒന്ന് അങ്ങോട്ട് മാറ്റില്ല. ജൂളിന്റെ സ്ഥാനത്ത് വോൾട്ട് എഴുതി, വോൾട്ടിന്റെ സ്ഥാനത്ത് 1 വോൾട്ട് 1 ജൂൾ. ഓക്കെ, അപ്പോ 1 കുളോം 1 വോൾട്ട്. അപ്പൊ ഞാൻ ഈ വാചകം ഒന്ന് മാറ്റി പറയാം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 വോൾട്ട്, ഒഴുകുന്ന കറണ്ട് എത്ര? 1 കുളോം ആണെങ്കിൽ അവിടെ എത്ര എനർജി ഉപയോഗിക്കപ്പെട്ടു? 1 ജൂൾ. അങ്ങനെയും പറഞ്ഞൂടെ? ഇതിനെ അങ്ങനെയും പറഞ്ഞൂടെ? പറഞ്ഞു മനസ്സിലായ? അതായത് എന്താ പറഞ്ഞത് നമ്മളിപ്പോ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 വോൾട്ട്, ഒഴുകുന്ന എനർജി 1 കുളോം, ചാർജ് 1 കുളോം. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടായ എനർജി എത്രയെന്ന് ചോദിച്ചാൽ എത്രയാ? 1 ജൂൾ. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഉത്തരം നിങ്ങൾ പറയണ്ട. 1 കുളോം ചാർജ് 5 വോൾട്ട്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് 5 വോൾട്ട്. അങ്ങനെയാണെങ്കിൽ എത്ര ജൂൾ? 5 ജൂൾ. വെരി ഗുഡ്, 5 ജൂൾ. 5 ജൂൾ. ഈ നേരത്ത് നോക്ക, 5 ജൂൾ. ഇനി ശ്രദ്ധിക്കുക, 1 കൂളോം എന്നുള്ളതിന് പകരം ഞാൻ 2 കൂളോം 5 വോൾട്ട്. അങ്ങനെയാണെങ്കിൽ എത്ര ജൂൾ? എത്ര? 10 ജൂൾ. ഓക്കെ, ഒരു ബന്ധം നിങ്ങൾക്ക് മനസ്സിലായി? അപ്പോ ഒരു ബന്ധം മനസ്സിലായി? അങ്ങനെയാണെങ്കിൽ വോൾട്ട് എന്ന് പറയുന്നത് V ആണ്, കുളോം എത്ര കുളോം എന്ന് പറയുന്നത് എന്താ? Q ആണ്. Q ആണ്.
ജൂളിനെ നമ്മൾ പറയാ എന്തുകൊണ്ടാ? ആ ജെ ഇപ്പൊ ചാർജും കഴിയും. നോക്ക്, അപ്പോ ഇത് ക്യൂ, ഇത് ബി, ഇതെന്താ? ജൂൾ എന്ന് പറയുന്നത് എന്തിന്റെ യൂണിറ്റാ? അത് പറഞ്ഞില്ലേ, നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, എനർജി അഥവാ എന്തിന്റെ? എനർജി അഥവാ വർക്ക്. എനർജി അഥവാ വർക്കാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ ഡബ്ല്യു എന്ന് കാട്ടി. അതിന്റെ അർത്ഥം ഡബ്ല്യു എന്ന് പറയുന്നത് എന്താകുന്നു? ആ ക്യൂ ഇൻറ്റു വി ആകുന്നു. ഓക്കെ, ഡബ്ല്യു എന്ന് പറയുന്നത് എന്താകുന്നു? ആ ക്യൂ ഇൻറ്റു വി. മനസ്സിലായോ പറഞ്ഞത്? ക്യൂ ഇൻറ്റു എന്താ? വി ആകുന്നു. ഇതുവരെ പറഞ്ഞ പിടി കിട്ടിയ? ബാക്കി അപ്പൊ ഞാൻ ഇവിടെ കണ്ടിന്യൂ ചെയ്യണ്ട. ഡബ്ല്യു ഈക്വൽ ടു ക്യൂ വി. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, ക്യൂ എന്നുള്ളതിന് പകരം നമ്മൾ നേരത്തെ ഒരു സാധനം പഠിച്ചു. എന്തുട്ടായിരുന്നു അത്? ക്യൂ എന്ന് പറഞ്ഞ സാധനം നമ്മൾ നേരത്തെ ഒരു സംഭവം പഠിച്ചില്ലേ ഇവിടെ? ഞാൻ ഇവിടെ എഴുതാം, ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി. നേരത്തെ ഓർമ്മ ഉണ്ടാ? നേരത്തെ ഞാൻ പറഞ്ഞു ക്യൂ നിങ്ങൾ മുൻപ് കേട്ടിട്ടുണ്ട്. പക്ഷെ അതിനെ എങ്ങനെ കേട്ടുള്ളത്? ആംബിയർ എന്ന് പറയുന്ന പേരിലാണ്. പ്രവാഹ തീവ്രത ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി. ശരിയല്ലേ? അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ക്യൂ കണ്ടുപിടിക്കാം. ക്യൂ എന്ന് പറയുന്നത് എന്താ? അതില് ഐ ടി ആണ് അല്ലേ? ക്യൂ എന്ന് പറയുന്നത് ടിയും ഐയും തമ്മിൽ കുറിച്ചാൽ അതല്ലേ ക്യൂ അല്ലേ? വേഗം പറയും, ഇത് ചാർജ് ഇപ്പൊ കഴിയട്ട, കറണ്ട് ചാർജ് കഴിയാറായി. കഴിയത് അവസാനിക്കും. വേഗം പറയൂ, വീഡിയോ നോക്കിക്കോളോട്ടെ അതിന്റെ. അപ്പോ ഇവിടെ ക്യൂവിന് പകരം നമുക്ക് എന്ത് എഴുതാം? ഐ ടി വി. ഇങ്ങനെ എഴുതി കൂടെ? ഐ ടി എഴുതി കൂടെ? അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, ഈ വി എന്ന് പറയുന്നത് മുന്നിൽ എഴുതിയിട്ട് ഐ രണ്ടാമത് എഴുതിയിട്ട് ടി. ഇങ്ങനെയാണ് സാധാരണ പറയാറ്. എന്താ സാധനം? അപ്പോ എന്താ 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 ഇപ്പൊ അത്? വർക്ക്. ഇതാണ് വർക്ക്. ശ്രദ്ധിക്കുക, ഇനി വർക്ക് എന്ന് പറയുന്ന സാധനം ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ 9ാം ക്ലാസ്സിലേക്ക് ഒരു മെസ്സേജ് കൊടുക്കട്ടെ കേട്ടാ, എന്നിട്ട് പറയാം. അല്ലെങ്കിൽ അവര് വന്നിട്ട് ആകെ എനിക്ക് വിളിയും. ഇതുവരെ ഓക്കെ അല്ലേ നിങ്ങള്? VIT. ഇനി W എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ഇറ്റ്സ് എ വർക്ക്. അത് വർക്കാണ്. ഈ വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ജോലിയൊക്കെ വർക്കാണ്. ഈ വർക്ക് എന്ന് പറയുന്നതിൽ നിന്ന് പവർ എന്ന് പറയുന്ന ഒരു സംഗതി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ വീട്ടിലേക്ക് ഒരു ഇലക്ട്രിക് ഉപകരണം വാങ്ങിക്കുന്ന സമയത്ത് ചിലപ്പോൾ ചില ആൾക്കാർ ചോദിക്കും, കടയിൽ ചോദിക്കും. നിങ്ങൾ ചോദിക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും അച്ഛനോ ആരെങ്കിലും കടയിൽ പോകണമെങ്കിൽ അവർ ചിലപ്പോൾ ചോദിക്കും, അത് എത്ര വാട്ടിന്റെ ഞാൻ ചോദിക്കും. കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ബൾബ് മേടിക്കും, എത്ര വാട്ടിന്റെ ഞാൻ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ടാ? എന്താണ് ഈ വാട്ട് കണക്ക്? പവറിന്റെ യൂണിറ്റ്. മനസ്സിലായ? അപ്പോ ഇവിടെ ഈ പവറിന്റെ യൂണിറ്റ് ആണ് വാട്ട് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? പവർ ഈസ് ഈക്വൽ ടു എന്താ? അപ്പൊ ഇതിവിടെ നിൽക്കട്ടെ. പവർ ഈസ് ഈക്വൽ ടു W ബൈ ടി അല്ലേ? ഇതല്ലേ പവർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കൂ, W ഈക്വൽ ടു VIT എന്ന് പറയുന്നതില് W പകരം P ഇട്ടാൽ VIT ബൈ ടി ഇങ്ങനെ ഇടാം. ഇങ്ങനെ ഇട്ടാൽ എന്ത് വരും? ടിയും ടിയും വെട്ടിപ്പോയാൽ VI. കണ്ടാ? പവർ ഈസ് ഈക്വൽ ടു എന്തായി? VI. കാണാണ്ട നിങ്ങക്ക്? കാണില്ല. എന്താ കാരണം അറിയോ? മൊബൈലിന്റെ ചാർജ് പോയി. അപ്പൊ ഞാൻ ഇവിടുന്ന് ഇടാട്ടാ. ഇതിലിപ്പോ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോ ഉണ്ടല്ലോ, ഭയങ്കര രസമായിരിക്കും കാണാം. അപ്പൊ തല തിരിച്ചിട്ടാ. അപ്പൊ കേക്കാണ്ടാ?
അല്ല ഞാൻ പറയണത് കേൾക്കണ്ട. ഇപ്പൊ കേൾക്കാല്ലേ? ഇപ്പൊ നമ്മള് വീഡിയോ മാറിയിട്ടാ. നമ്മളിപ്പോ വേറെ സിസ്റ്റത്തിൽ നിന്നാണ് ഇപ്പൊ നമ്മള് വീഡിയോ ഇടുന്നത്. ഇവിടെ നിന്നുള്ള വീഡിയോ കംപ്ലീറ്റ് എഴുതിയത് തല തിരിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് കാണുന്നത്. അതുകൊണ്ട് വിഷമൊന്നും വിചാരിക്കരുത്. ഇതുവരെയുള്ള വീഡിയോ കണ്ടില്ലേ? അപ്പോ എന്തൊക്കെ ടെക്നോളജി ഇവിടെ നമ്മൾ ചെയ്യണമെന്ന് അറിയോ? നിങ്ങള് ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാ. എന്തായാലും P=VI. ഇത് ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കാണുമ്പോൾ കുഴപ്പമില്ല. ഇത് വീഡിയോ കാണുമ്പോൾ മാത്രമേ തലയിൽ വീഴുള്ളൂ. അതുകൊണ്ട് കുഴപ്പമില്ല. VI കണ്ട ഇവിടെ എന്താ കിട്ടിയത്? ഇപ്പൊ നമുക്ക് P= എന്താ? VI. കട്ടാവുണ്ടാ? ഇല്ല പോട്ടെ. കട്ടാവുന്നില്ല. അതെ കഴിഞ്ഞു. ഇനി നിങ്ങൾ കട്ടാവണം കിട്ടാവണമെന്നൊന്നും പറയില്ല. ഞാൻ വീഡിയോ ഇട്ടരാം. നോക്ക് ഇവിടെ ഇതാണ് P=VI. നമ്മൾ ഇന്ന് ഇതുവരെയാണ് നമ്മൾ പറയുന്നത്. അപ്പോ പവർ ശ്രദ്ധിക്കട്ടാ. വീട്ടില് വൈദ്യുത ഉപകരണങ്ങൾ വാങ്ങിക്കുന്ന ആൾക്കാര് പവർ ഒക്കെ നോക്കും. നിങ്ങൾ ചിലപ്പോൾ വീട്ടിലേക്ക് സാധനങ്ങൾ മേടിക്കുമ്പോൾ 5 സ്റ്റാർ നോക്കിയിട്ട് മേടിക്കുന്ന പരിപാടി ഉണ്ട്. ഇപ്പോ 5 സ്റ്റാറുള്ള ഇലക്ട്രിക് ഉപകരണങ്ങൾ അല്ലെ? വീട്ടില് ഫ്രിഡ്ജുമൊക്കെ കാണാം സ്റ്റാറുകള്. സ്റ്റാറിന്റെ എണ്ണം കൂടുന്തോറും എനർജി കൺസംഷൻ കുറയും. അതായത് എനർജി പെർഫോമൻസ് ഒക്കെ മികച്ചതാവും, എനർജി കൺസംഷൻ കുറയുന്നതാണ് പറയുന്നത്. അപ്പോ എന്തായാലും ആ ഉപകരണങ്ങളിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ കാണാം അതിന്റെ പുറകില് വാട്ട് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇല്ലല്ലോ. വാട്ട് കേട്ടാ? അതായത് പവറിന്റെ യൂണിറ്റ് ആണ് അത് വാട്ട് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അത് 1 മണിക്കൂർ ഉപയോഗിച്ചാൽ എത്ര വൈദ്യുതി ഉപയോഗിക്കും എന്നാണ് അതിന്റെ പുറകിൽ എഴുതി വെച്ചുള്ളത്. ആ വാട്ട് എന്ന് പറയുന്നതിനോട് ഉദ്ദേശിക്കുന്നത് അതായത് 1 മണിക്കൂർ കൊണ്ട് ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ അളവ്. 1 മണിക്കൂറിൽ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുകയാണെങ്കിൽ പവർ കൂടുതൽ. മനസ്സിലായ? ഇപ്പൊ നമ്മൾ 2 തൊഴിലാളികള് ലോറിയിൽ നിന്ന് ഇഷ്ടിക ഇറക്കാന്ന് വിചാരിച്ചോ. ഒരാള് 1 മണിക്കൂർ കൊണ്ട് 100 ഇഷ്ടിക ഇറക്കും, മറ്റാള് 1 മണിക്കൂർ കൊണ്ട് 150 ഇഷ്ടിക ഇറക്കും. അപ്പൊ ആർക്കാ പവർ കൂടുതൽ? രണ്ടാമത്തെ ആൾ. അതുപോലെ തന്നെ വൈദ്യുത ഉപകരണങ്ങള് 1 മണിക്കൂർ പ്രവർത്തിക്കുമ്പോൾ കൂടുതൽ യൂണിറ്റ് ഉപയോഗിക്കുന്നതിന് പവർ കൂടുതൽ ഉള്ള ഉപകരണങ്ങൾ, യൂണിറ്റ് കുറവാണെങ്കിലോ പവർ കുറവുള്ള ഉപകരണങ്ങൾ പറയും. മനസ്സിലായോ പറഞ്ഞത്? മനസ്സിലായ? അപ്പോ നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മൾ ഇന്നിപ്പോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൽ കുറച്ച് നോട്ട് എഴുതാണ്ടായിരുന്നു. ഇന്നിപ്പോ നേരം ഉണ്ടാവില്ല. ഞാൻ അടുത്ത ക്ലാസ്സിൽ ആദ്യം തന്നെ അത് എഴുതി തരാം കേട്ടോ. അത് പറഞ്ഞെഴുതണം, നമ്മൾ നേരിട്ട് പറഞ്ഞെഴുതണം. അപ്പോൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലോ മനസ്സിലാവാത്തുണ്ടെങ്കിലോ നമുക്ക് പറയാൻ പറ്റും. പറഞ്ഞെഴുതിയാ പോരെ? അല്ലെങ്കിൽ ഞാൻ നോട്ട് അയച്ചിട്ട് ഞാൻ അതൊന്ന് വായിച്ചു തരാം കേട്ടാ. നോട്ട് ഉണ്ടാക്കി അയച്ചു തന്നിട്ട് ഞാൻ വായിച്ചു തരാം കേട്ടാ. ഞാൻ നിങ്ങൾക്ക് ചോദ്യങ്ങൾ തരില്ല, ഞാൻ തന്നെ ചോദ്യം ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ ഉത്തരം തരും കേട്ടാ. അപ്പൊ ഇന്ന് പറഞ്ഞൊക്കെ മനസ്സിലായല്ലോ. നമ്മൾ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് തലയിൽ അങ്ങോട്ട് നേരെ കയറണം. പിന്നെ വേറെ പഠിക്കാനും നിൽക്കരുത്. പഠിക്കണ്ടെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. നമ്മൾ ഇനി അത് പിന്നെ പഠിച്ചോളാം എന്നുള്ള ധാരണ വിടുക. നമ്മൾ പറയുമ്പോൾ എന്ത് ചെയ്യണം? ഇത് പഠിച്ചിട്ടാണ് നമ്മൾ ക്ലാസ് അവസാനിക്കുന്നതോട് കൂടി ഇത് പഠിക്കണം. അങ്ങനെ ഒരു മനോഭാവത്തിൽ വേണം നമ്മൾ ഇരിക്കാൻ. കേട്ടില്ലേ? അല്ലാതെ ഞാൻ നിങ്ങളോട് നിങ്ങളിത് കണ്ടില്ലേലും കുഴപ്പമില്ല, പഠിച്ചാൽ മതി, അങ്ങനെയല്ല. നമ്മളിത് പറയുമ്പോൾ ആ ക്ലാരിറ്റി കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ P=VI വരെ ഞാൻ എത്തിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ദിവസം എങ്ങനെയാണ് നമ്മുടെ ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ കറണ്ട് ബില്ല് അടയ്ക്കാനുള്ള പണി നമുക്ക് തന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, അവിടെ തൊട്ട് നമ്മുടെ പാഠം തുടങ്ങാം കേട്ടാ. ഓക്കെ, ശരിക്കും നമ്മൾ അവിടെ പാഠം അടുത്തില്ലാതെ തുടങ്ങും. ഓക്കെ കേട്ടാ. ഓക്കെ ഓക്കെ.